السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെല്ലാം നമ്മളിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അമലുകൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അടുക്കന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും റമളാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് റമളാനിലെ രാത്രി നമസ്കാരം. നോമ്പിൻ്റെ ക്ഷീണവും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി നമുക്ക് തറാവീഹ് നമസ്കാരത്തിൽ ഒന്നും നഷ്ടപ്പെടരുത്, എല്ലാ റക്അത്തും നമസ്കരിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ നമസ്കാരത്തിൽ ഉറക്കം വരുന്നു, ഇമാം അവിടെ ഓതുന്നുണ്ട്, നമ്മൾ ഉറക്കം തൂങ്ങുന്നുണ്ട്, സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തിലും നോമ്പിലൊക്കെയുള്ള പാകപ്പിഴവുകൾ എല്ലാം മാറ്റി തങ്കപ്പെട്ട അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ സുഖലോലുപതയുടെ സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്ത് കിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖികൾക്കാണ്. മുത്തഖികൾ മാത്രമേ അതിൽ കിടക്കുള്ളൂ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർളുഹ സ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ ധൃതിപ്പെട്ട് ഓടണം. സാറഅ എന്ന് പറഞ്ഞാൽ ആ ക്രിയയുടെ അർത്ഥം ധൃതിപ്പെടണം എന്നാണ്. എവിടേക്ക് ധൃതിപ്പെടണം? ദുനിയാവിൻ്റെ ഷോകളിലേക്കും അതേപോലെ തന്നെ ഓഫറുകളിലേക്കും ദുനിയാവിൻ്റെ രസങ്ങളിലേക്കും ഹരങ്ങളിലേക്കുമാണോ? അല്ല, അതെല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. നമുക്കൊരിക്കലും ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കടയുടെ ഉദ്ഘാടനം നമ്മൾ നടത്തുമോ? നമ്മളെ വീടിൻ്റെ ഹൗസ് വാമിങ് നടക്കുമോ? മോളെ കല്യാണം എല്ലാവരും വിളിച്ചു, അത് നടക്കുമോ? നമ്മളതിൽ പങ്കെടുക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, മരിച്ചു പോകുന്നുള്ളത്. യഖീൻ എന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് പ്രയോഗിച്ചത്. യഖീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉറപ്പ് എന്ന അർത്ഥം. യഖീൻ എത്തുന്നതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓടിച്ചെല്ലണം, പാഞ്ഞു ചെല്ലണം. അമാന്തിച്ച് നിൽക്കാൻ പറ്റില്ല. ദുനിയാവിൻ്റെ വിഷയത്തിൽ അമാന്തിച്ചോളി, അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ കിട്ടും. അമാന്തിച്ചാലും അമാന്തിച്ചില്ലെങ്കിലും അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ കിട്ടും. പരലോകത്തിൻ്റെ വിഷയത്തിൽ ഓടിച്ചെല്ലണം. എന്താണ് ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗം? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അത് മുത്തഖികൾക്കുള്ളതാണ്. ആരെ കിടക്കുള്ളതിൽ? മുത്തഖികൾ മാത്രമേ കിടക്കുള്ളൂ. അതിൽ വലതുകാലിച്ച് കിടക്കുന്ന ആളുകൾ മുത്തഖികൾ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം
ദാലിക യൗമുൽ ഖുലൂദ്. അള്ളാഹ് പറയാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് വേണ്ടി സ്വർഗത്തെ നമ്മൾ അടുത്ത് കൊണ്ടുവരും. വിദൂരമല്ലാത്ത രീതിയിൽ അങ്ങനെ നിന്നിട്ടുണ്ടാവും. മുഅ്മിനീങ്ങളായ ആളുകൾ അത് കാണും, മുത്തഖികളത് കാണും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണിത്. ആരാണ് നിങ്ങൾ? ആരാണവർ? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ പടച്ചവനെ ഭയപ്പെട്ടു. ആരും കാണാനില്ല, ഞാൻ എൻ്റെ റൂമിൽ ഒറ്റക്കാണ്, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, മക്കളില്ല, എൻ്റെ ക്യാമ്പസിൽ ഞാൻ ഒറ്റക്കാണ്, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ആരുമില്ലെങ്കിൽ അള്ളാഹ് കാണും. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, പശ്ചാത്താപ മനസ്സുമായി പടച്ചവൻ ജീവിതത്തിൽ തെറ്റുകൾ വന്നു, ഖേദിച്ച് വൃത്തിയാക്കി തുടച്ച് ഫിൽട്ടർ ചെയ്ത് അള്ളാഹിൻ്റെ അടുത്ത് വന്നു. അള്ളാഹ് പറയും, ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ വരി, ഹാർട്ട്ലി വെൽക്കം. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് നിത്യവാസത്തിൻ്റെ ദിവസം. ഇനി അങ്ങോട്ട് എന്തില്ല, ഇനിയോടെ പരീക്ഷണങ്ങളില്ല, തീരുന്ന പ്രശ്നമില്ല, കാലാകാലം നരകത്തിലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ മുത്തക്കികൾക്കെന്നാണ് പറഞ്ഞു, എല്ലായിടത്തും മുത്തക്കികൾക്കെന്നാണ് പറഞ്ഞു. സഹോദരന്മാരെ, ആ തഖ്വ എങ്ങനെ കരസ്ഥക്കുക, എങ്ങനെ മുത്തക്കികളാകുക? ആ മുത്തക്കികളാകാനുള്ള രാവും പകലിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഉഇദ്ദത് ലിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടി. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തക്കികളുടെ അമല് സ്വീകരിക്കുള്ളൂ. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം, കാബീൽ ഹാബീലിനെ കൊന്നു, ആദം നബിൻ്റെ 2 മക്കൾ. എന്താണ് അതിൻ്റെ ചരിത്രം? നിങ്ങൾ അതിൻ്റെ പരിഭാഷ എടുത്തു പോയി ആയത്തിൻ്റെ വിശദീകരണം പരിഭാഷയിൽ നോക്കിയാൽ മതി. ഒരു അസൂയയായിരുന്നു, ഒരാളുടെ അമല് സ്വീകരിച്ചു, ഒരാളുടെ അമല് സ്വീകരിച്ചില്ല. അപ്പോൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹാബീൽ പറയുന്നുണ്ട്, സുഹൃത്തെ, എന്നെ കൊന്നിട്ട് കാര്യമില്ല, അള്ളാഹു മുത്തഖീങ്ങളുടെ സ്വീകരിക്കുള്ളൂ. തഖ്വയുണ്ടോ, ഉള്ളിൽ തഖ്വയുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ എങ്ങനെ മുത്തക്കിയാവുക? മുത്തക്കിയാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഹറാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അമൽ സ്വാലിഹാത്ത് എടുക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കും, പക്ഷേ ഹറാം ഒഴിവാക്കാൻ കുറച്ച് പണിയാണ്, കുറച്ച് ഇറങ്ങാറാണ്. നോമ്പ് വെക്കാൻ നമുക്കൊക്കെ കഴിയും, 5 വക്ത് നിസ്കരിക്കാനും കഴിയും, ദാനം കൊടുക്കാനും കഴിയും. പക്ഷേ കണ്ണിനെ നിയന്ത്രിക്കേണ്ടടുത്ത് കണ്ണിനെ, കാതിനെ നിയന്ത്രിക്കേണ്ടടുത്ത് കാതിനെ, ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കേണ്ടടുത്ത് ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് തഖ്വയുടെ ഏറ്റവും മർമ്മം. ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അമൽ സ്വാലിഹാത്ത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു വശം, അത് കഴിഞ്ഞാലല്ല, ഒരു നാണയത്തിൻ്റെ 2 പുറങ്ങൾ പോലെയാണ് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യലും അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലും. പക്ഷേ ഇത്രയൊക്കെ സ്വർഗം കരസ്ഥമാക്കാനും അതേപോലെ തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാനും, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടത് വരൂ എന്ന് വിളിക്കപ്പെടുന്ന, നരകത്തിൻ്റെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു, നിങ്ങളൊന്ന് ചുരുക്കൂ ഹറാമ് ചെയ്യുന്നവരെ എന്ന് പറയപ്പെട്ട ഈ റമദാൻ മാസം, ഒന്നിന് കണക്കില്ലാതെ കൂലി കൊടുക്കണം. ഒന്ന് ഏതായാലും അള്ളാൻ്റെ അടുത്ത് 10 ഒന്ന് ചെയ്താൽ 10 സാധാരണ നിലയ്ക്ക് തന്നെ. പിന്നെ അവിടെ നിന്ന് പോകണം 700 അതിൻ്റെ ഇരട്ടി. ഈ റമദാനിലോ കണക്കില്ലാതെ അള്ളാഹ് പറയണം, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് എനിക്ക് കൂലി കൊടുക്കുക. എല്ലാത്തിനും അള്ളാഹ് തന്നെ കൂലി കൊടുക്കുക. പക്ഷെ എന്താണ്, അള്ളാഹ്ക്ക് നോമ്പിനോട് അത്ര ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി പട്ടിണി എടുക്കുകയാണ്, തൻ്റെ ഭാര്യ ഭർത്താക്കന്മാരെ ഒഴിവാക്കുകയാണ്, അതുകൊണ്ട് ഞാനതിന് കൂലി കൊടുക്കും. അപ്പോൾ കണക്കില്ലാതെ പ്രതിഫലമാണ് റമദാനിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ കൂലി വാരിക്കൂട്ടാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെയൊക്കെ മുസ്ലിം സമുദായത്തിലെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥകളൊന്ന് പരിശോധിച്ച് നോക്കൂ. അങ്ങാടികളിലും അതേപോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ. റമദാനാണ് എന്ന് വിചാരിച്ച് ഡ്രസ് കോഡിലൊരു മാറ്റമില്ല, റമദാനാണ് എന്ന് വിചാരിച്ച് ലിപ്സ്റ്റിക് ഇട്ട് പോണതിനൊരു മാറ്റമില്ല. മുസ്ലിം നമ്മളെ ഈ മലപ്പുറം ജില്ലയാകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഈ മലബാർ ഏരിയയിലേക്ക് മാപ്പിളമാർ കൂടുതൽ താമസിക്കുന്ന ഏരിയകളാണ്. എന്തെല്ലാം ആഭാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. സ്കൂളുകളിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഔറത്ത് മറക്കാതെ, തൻ്റെ മാറ് ശരീരവണ്ണം മറക്കാതെ, അതേപോലെ തന്നെ തലമുടി മറക്കാതെ, ലെഗിൻസ് ധരിച്ച്, അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് പൊട്ടിയടിച്ച്, അഥവാ മേക്കപ്പൊക്കെ ഇട്ട് അങ്ങനെ നടക്കുകയാണ്. റമദാനും ഷവ്വാലും ഒരു മാറ്റമില്ല. ഇതാരെക്കുറിച്ചാണ് പറയണത്? അയൽവാസിയിലെ കുട്ടീനെ കുറിച്ചാണ്? അല്ല, നമ്മളൊക്കെ പരിയെന്നൊക്കെ ഇങ്ങനെ പോണത്. നമ്മൾ പലപ്പോഴും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ഞാൻ എന്നെ കൂടി പറയാം. ഇതിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് റമദാനോ ഷവ്വാലോ യാതൊരു വ്യത്യാസവുമില്ല. പരസ്പരം കൂടിക്കലരുന്നതിലും ആൺകുട്ടികളും പെൺകുട്ടികളും തൊട്ടിച്ചാരി ഉരുമ്മി, അതേപോലെ തന്നെ പരസ്പരം കണക്കില്ലാതെ തമാശ പറഞ്ഞ് മേത്ത് ടച്ച് ചെയ്ത് തമാശ പറഞ്ഞ് ഒട്ടിയിരുന്ന് ചാരിയിരുന്ന്, അല്ലേ? എവിടെയാണത്? UP സ്കൂളുകളിൽ പോലും.
UP സ്കൂളുകളിൽ പോലും ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എനിക്ക് പറയാൻ പറ്റും, പ്രേമില്ലാത്ത കുട്ടികളില്ല. പ്രേമില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇന്ന് സ്വന്തം ലിംഗത്തെ പ്രേമിച്ചു എന്ന് പറഞ്ഞാലാണ്, അഥവാ എതിർ ലിംഗത്തെ പ്രേമിച്ചു പറഞ്ഞാൽ മോശമാണ്. സ്വന്തം ലിംഗത്തെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ, അഥവാ ആണിനെ പ്രേമിക്കണം, പെണ്ണിനെ പ്രേമിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഐബ് കിട്ടുള്ളൂ. ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ആളാവുള്ളൂ എന്ന്. അത് വേറൊരു തലം. ഇങ്ങനെ പ്രേമവും ആഭാസങ്ങളും സംസാരങ്ങളും അതേപോലെ തന്നെ കൂടിച്ചേർന്ന് നിൽക്കലും. ഈ റമദാനാണ്, ഞാനൊന്ന് ശ്രദ്ധിക്കണം, എൻ്റെ ഡ്രസ് കോഡ് ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ അന്യപുരുഷനോട്. ഇത് കുട്ടികളുടെ മാത്രം കാര്യമല്ല, ജോലിക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആണും പെണ്ണും കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, യാതൊരു നിയന്ത്രണം ഇതിലൊന്നുമില്ല. നമ്മൾ കാണുകയാണ്, വേദനിക്കുകയാണ്. ഏതാണ് ഈ ഉമ്മത്ത്? ഖൈറു ഉമ്മത്താണിത്, ഖൈറു ഉമ്മത്താണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ അതിന് ഉത്തരവാദികളല്ലേ സഹോദരന്മാരെ? നമ്മളൊക്കെ ഇതിന് ഉത്തരവാദികളല്ലേ? നമ്മുടെയൊക്കെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ അനുജത്തിമാർ, സഹോദരിമാർ ഇങ്ങനെയാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. 5 വക്ത് നമസ്കരിക്കുന്ന, സ്വർഗത്തിൻ്റെ പരിമളം പോലും കിട്ടൂല എന്ന് പറഞ്ഞ കോലത്തിലാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ റമദാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് നിന്ന് വിളിയാളമുണ്ടാകുന്നു, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അക്സിർ. നന്മ തേടുന്നവനെ നീ ധാരാളമായി ചെയ്തു കൂട്ട്, നന്മയുടെ ആളെ. അപ്പോൾ റമദാൻ വന്നാൽ 2 കാര്യം ചെയ്യാനുള്ളത്, ഒന്ന് കൂട്ടുക, ഒന്ന് കുറയ്ക്കുക. ഹദീസാണിത്. എന്താ കൂട്ടേണ്ടത്? നന്മകൾ വർദ്ധിപ്പിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നന്മ തേടുന്നവരെ അക്സിർ, നിങ്ങൾ വർദ്ധിപ്പിക്കൂ, അക്ബിൽ, നിങ്ങൾ വരൂ, നന്മ ചെയ്യാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി നിങ്ങൾ വരൂ. റമദാനാണ് വന്നിരിക്കുന്നത്, ഒന്നിന് കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്ന മാസം. 2ാമത്തെ റമദാനിൽ ചെയ്യാനുള്ളത് എന്താ? ചുരുക്കലാണ്. ഹറാമ് ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് ചുരുക്കൂ. യാ ബാഗിയ ഷർ, ഷറിൻ്റെ ആളുകളെ യാ ബാഗിയൽ ഷർ അക്സിർ, നിങ്ങൾ ചുരുക്ക്, കുറച്ചൊന്ന് കുറക്ക്. ഇത് ഏതാ കാലം എന്നറിയോ? ഇത് ഏതാ സമയം എന്നറിയോ? ഇത് ഏതാണ് സെക്കൻഡുകൾ, ഏതാണ് രാത്രികൾ എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 12 മാസങ്ങളിൽ ഒരു മാസത്തെ അല്ലാഹ് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാസം, അല്ലാഹുവിൻ്റെ കലാം ഇറക്കാൻ അല്ലാഹ് തിരഞ്ഞെടുത്ത മാസം, ഇഞ്ചീലും അതേപോലെ തന്നെ സബൂറും ഇറക്കിയ മാസം, സുഹഫ് മൂസ ഇറക്കിയ മാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച മാസം. ഒരു ഖബറാളിയോട്, ഇബ്നുൽ ജൗസി പറയാണ്, ഒരു ഖബറാളിയോട് അയാളുടെ ഖബറ് തുറന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത്? നിങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഖബറാൾ പറയും, ഞങ്ങൾക്ക് റമദാനിലൊരു ദിവസം കിട്ടുമോ? കാരണം അമല് കൂട്ടണം. എൻ്റെ മോളെ കെട്ടിക്കാണ്ടായിരുന്നു, എന്തായി? ഞാനിട്ട് പോരുന്ന സമയത്ത് കല്യാണം നടന്നിട്ടില്ലായിരുന്നു, എന്താ? എനിക്കതൊന്നും കെട്ടിക്കട്ടെ എന്നല്ല പറയണത്. അതേപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ദുനിയാവിൽ നേടിക്കൂട്ടാൻ, വാരിക്കൂട്ടാൻ. അതല്ല പറയണത്. എനിക്ക് റമദാനിലൊരു ദിവസം കിട്ടുമോ? എൻ്റെ പ്രിയമുള്ളവരെ ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മൾ എന്നിട്ട് ഇത്ര വലിയ സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ഈ റമദാൻ ആഗ്രഹിക്കാൻ നമ്മൾ മരിച്ച് ഖബറിലെത്തിയിട്ട് വേണം എന്നുള്ളത് നമ്മൾ ആരും വിചാരിക്കണം. അഥവാ നമ്മൾ ഖബറിലെത്തി നമ്മളും ആഗ്രഹിക്കും, പക്ഷെ അവർക്ക് വകുപ്പില്ല. നമുക്കവിടെ വകുപ്പുണ്ട്. അതിന് ഖബറിലെത്താൻ കാത്തിക്കേണ്ട ആഗ്രഹിക്കാൻ എനിക്ക് എന്നോടും പിന്നെ നിങ്ങളോടും പറയാനുള്ളത്, ഈ റമദാനിൽ ഇങ്ങനെയുള്ള ചുരുക്കേണ്ട ഹറാമുകൾ ചുരുക്കേണ്ട, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിക്കുന്ന, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഉള്ളിൽ റീൽസും അതേപോലെ തന്നെ വീഡിയോസും കോമാളിത്തരങ്ങളുമായി 10,000-കണക്കിന് ആളുകളെ യൂട്യൂബ് ചാനലുകൾ കയറി തൻ്റെ വീട്ടിലുള്ള വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഉമ്മമാരെയും പെങ്ങന്മാരെയും എല്ലാവരെയും നാട്ടുകാർക്ക് കാഴ്ച വെച്ച് കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ മാപ്പിള മക്കൾക്കാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. തൻ്റെ ഉമ്മയെയും തൻ്റെ പെങ്ങളെയും തൻ്റെ ഭാര്യയെയും തൻ്റെ വേണ്ടപ്പെട്ട അടങ്ങി വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളെ 10,000-ങ്ങളിലേക്ക് കാഴ്ച വെക്കുന്നു. അവരുടെ ശരീരവും അവരുടെ മുടിയും അവരുടെ കഴുത്തും അവരുടെ കൈകാലുകളും ഇങ്ങനെ കാലം കഴിയാണ്. എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. എന്താണ്, എവിടേക്കാണ് ഈ പോകുന്നത്? മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. ഉപദേശിക്കാൻ അവകാശമില്ല, മക്കളെ ഉപദേശിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ ഞങ്ങളോട് പറയണ്ട, എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ആകെ 2 മക്കളുള്ള, 1 ഉള്ളൂ, 2 ഉള്ളൂ, 3 ഉള്ളൂ. അപ്പോൾ പൊന്നരിച്ച് വളർത്തണം, ഒന്നും പറയാൻ വയ്യ.
അവർ ദേഷ്യപ്പെടും, അവനിഷ്ടമല്ല. സുബഹിക്ക് വിളിച്ചാൽ ദേഷ്യപ്പെടും. മോളേജ് അങ്ങനെ ഒന്നും നടക്കല്ലേ, ഒരു കോലത്തിൽ നടക്കുക, ഓപ്പൺ ചുരിദാറും ലെഗിൻസ് ഇട്ട് നടക്കല്ലേ. സ്കൂട്ടറിൽ പോണ സമയത്ത് ഓപ്പൺ ചുരിദാറും പിന്നെ ലെഗിൻസും, എന്താണ് പിന്നെ കാണാൻ അവിടെ എന്തെങ്കിലും കാണാനുള്ളത്? അതുകൊണ്ട് ഇങ്ങനെ പോകല്ലേ. ഇടപെടാൻ പറ്റില്ല, മാതാപിതാക്കൾക്ക് ഇടപെടാൻ പറ്റില്ല. മാതാപിതാക്കൾക്ക് മക്കളെ പേടി. ക്ലാസ് വിട്ട് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമിൽ പിയൂണ് ക്ലാസ് റൂം അടക്കാൻ വേണ്ടി ചെന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇണക്കുരുവികളെ പോലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ചുണ്ടോട് ചുണ്ട് ചേർത്ത് നിൽക്കുക, ആണും പെണ്ണും. ഉടനെ പോയി പ്രിൻസിപ്പാളെ വിളിച്ചു കൊടുന്നു, കാര്യം കാണിച്ചു കൊടുത്തു. അപ്പം ഇപ്പം പറയാണ്, നിങ്ങൾ മാഷ് പഠിപ്പിച്ചാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. പൂട്ടാൻ നേരായിക്കണേ ഞങ്ങൾ പൂട്ടിക്കൊള്ളി, ഞങ്ങൾ പോയിക്കോളാം. അധ്യാപകൻ പഠിപ്പിച്ചാൽ മതി, ഞങ്ങളെ ഉപദേശിക്കണ്ട. നിങ്ങളിവിടെ വരുന്നത് പഠിപ്പിക്കാനാണ്, നിങ്ങൾക്ക് സാലറി തരുന്നതിനാണ്. അതുകൊണ്ട് വാപ്പാർക്കും ഉമ്മാർക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒന്ന് ഉപദേശിക്കാൻ, സമൂഹത്തിന് കാരണന്മാർക്ക് ഉപദേശിക്കാൻ വകുപ്പില്ല, ഞങ്ങൾ തീരുമാനിക്കും. ആരുടെ കാര്യമാണ് പറയണത്? മാപ്പിള സമൂഹത്തിൻ്റെ യാക്കോമിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതൊന്നും വിദൂരാണ്, അയൽവാസിൻ്റെ കാര്യമാണ്, മറ്റു നാട്ടുകാരുടെ കാര്യം. നമ്മളൊക്കെ മക്കളുടെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. പല വിഷയങ്ങളെയും കുറേ എത്തുന്നു, കുറേ പല കോലത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കന്നുകാലികളെപ്പോലെ സഹോദരന്മാരെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ബാധകമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം. കാഫിറുകളായ ആളുകൾ അവർ ആസ്വദിക്കുന്നു, സുഖിക്കുന്നു, ആനന്ദിക്കുന്നു, ആസ്വദിക്കുന്നു, കണ്ട പോലെ നടക്കുന്നു, ആരും ഒന്നും പറയണ്ട. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ നടക്കുന്നു, തിന്നു കൊടിക്കുന്നു, കന്നുകാലികളെപ്പോലെ. ഉന്നാറു മസ്വല്ലഹും, അവർക്ക് ചെന്നെത്താനുള്ളത് നരകമാണ്, അവർക്ക് ചെന്നെത്താനുള്ളത് കത്തിയാളുന്ന നരകമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിന് പടച്ചു വിട്ടതല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു അതിന് പടച്ചുവിട്ട് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇത്ര വലിയ കഴിവും ശേഷിയും വിശേഷബുദ്ധിയും അതേപോലെ തന്നെ ഇത്ര ചെറിയൊരു മനുഷ്യനാണ്. പക്ഷേ ലോകത്തിനെയും കരയെയും കടലിനെയും അതേപോലെ തന്നെ നമ്മളെക്കാൾ ശക്തിയുള്ള ജീവജാലങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി. വഖലഖലകും മാ ഫിൽ അർദി ജമിയ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം? അല്ലാഹു പറഞ്ഞത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് തിരിച്ചു വരൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലക്ഷ്യമില്ല, പാറിപ്പടന്ന് നടക്കുകയാണ്. ആരും ഒന്നും പറയണ്ട, സംസാരിക്കണ്ട, ഞങ്ങൾ വിചാരിച്ച മാതിരി, ഞങ്ങൾ കണ്ട മാതിരി നടക്കും. അള്ളാഹ് ചോദിക്കണം, നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരൂല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞു, ഈ ജീവിതമാകട്ടെ മരണമാകട്ടെ കൃത്യമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് കൂടുതൽ നന്മ ചെയ്യുന്നത്, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതവും മരണമൊക്കെ അല്ലാഹു സംവിധാനിച്ചത്. ആ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ മനുഷ്യൻ ജീവിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും പാടില്ലായ്മകളും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഖുർആനും സുന്നത്തും. അത് ഉപദേശിക്കുമ്പോൾ നിങ്ങളോ ആരും എന്നോട് പറയണ്ട, ഞാൻ കണ്ട പോലെ നടക്കുള്ളൂ, എനിക്കതാണ് ഇഷ്ടം, ഇനി ഉപദേശിക്കണം ഇഷ്ടമല്ല എന്ന് രക്ഷിതാക്കളോടും അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആനും സുന്നത്തായിട്ടും നിയമങ്ങളും നിർദ്ദേശങ്ങളായിട്ടും വരണ്ട, ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുള്ളൂ. അല്ലേ? ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ്, ലിബറലിസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതോ രാഷ്ട്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞു. പല വിഷയങ്ങളിലും ഒരുപാട് വിഷയങ്ങൾ. അതേപോലെ തന്നെ ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ്, യുക്തിവാദത്തിൻ്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ കുത്തഴിഞ്ഞ് പോവുകയാണ്. വ്യഭിചാരവും സ്വർഗരതിയും അതേപോലെ തന്നെ പ്രേമവും ഒളിച്ചോട്ടവും ഇങ്ങനെ ഒരുപാട് ഭയാനകമായ അവസ്ഥയിൽ നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. ഈ കാണുന്ന സ്കൂളുകളിലും കോളേജുകളിലും അത് വിദ്യാർത്ഥിനികളാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ
സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിലുള്ള ആങ്ങള പെങ്ങളമാരെ പോലെയാണ്. ഒരു ബൈക്കിൽ വരുന്നു, ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ടീച്ചർമാരാകട്ടെ, അധ്യാപകൻ, എല്ലാവരെ കുറിച്ചല്ല പറയണത്. അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള ജോലിക്കാരാകട്ടെ, മറ്റുള്ള മതസ്ഥര കാര്യമാണെങ്കിൽ പോട്ടെ, ഇതൊരു വിഷയമില്ലാതായി കഴിഞ്ഞു. ഒപ്പരിക്കലും ചേർന്നിരിക്കലും ചാരിയിരിക്കലും തമാശ പറയലും അതേപോലെ തന്നെ ടൂർ പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ആഭാസകരമായ രീതിയിൽ ആർക്കൊന്നും പറയാൻ വയ്യ. ആർക്കൊന്നും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇങ്ങനെയല്ലേ? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നമ്മൾ പോയത്തക്കാരായി മാറുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത ഹറാമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചരിക്കരുത് എന്നുള്ളത് ഏതായാലും പറഞ്ഞു. വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വളരെ മ്ലേച്ഛമാണ് കൂട്ടരെ, മ്ലേച്ഛമായ കാര്യമാണ് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന സംസാരങ്ങൾ, അതേപോലെ തന്നെ ചാറ്റിങ്ങുകൾ, അതേപോലെ തന്നെ കണക്കില്ലാത്ത സംസാരങ്ങൾ, അതേപോലെ തന്നെ ചേർന്നിരിക്കൽ, പരസ്പരം ടച്ച് ചെയ്യൽ. ഇന്ന് വിദ്യാർത്ഥികളും തമ്മിൽ, അതേപോലെ തന്നെ നമ്മുടെ കോവർക്കേഴ്സ് അഥവാ എതിർ ലിംഗത്തിലുള്ള ആളുകൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ പോലെ തന്നെ രണ്ട് എതിർ സെക്സിലുള്ള ആളുകൾക്ക് യാതൊരു പ്രശ്നമല്ല. അതൊരു വിഷയമില്ലാതായി മാറി. എന്താ അപ്പം അതിനൊക്കെ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു ഹദീസിലൂടെ, ലിയൻ യുതഅന ഫീ റഅസി റജുലിൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമുസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. ഒരു മനുഷ്യൻ അനുവദനീയമല്ലാത്തൊരു അന്യ പെണ്ണിനെ സ്പർശിക്കുന്നത് അതിൻ്റെ ഗൗരവം എത്രയാണ്? കൈയൊടുക്കലും തൊടലും ഉരുമലും അതേപോലെ തന്നെ സാഹചര്യമുണ്ടാക്കി തട്ടിച്ചു പോകലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ്റെ തലയിൽ ഒരു ഇരുമ്പിൻ്റെ ആണി വെച്ചിട്ട് ചുറ്റിക കൊണ്ട് അടിക്കുന്നത് എത്രത്തോളം ഭീകരമാണോ അതിനേക്കാൾ ഭീകരമാണ് എന്നർത്ഥം അതിൻ്റെ ശിക്ഷ. അന്യ പെണ്ണിനെ തൊടുക അതിൽ പ്രശ്നമില്ലാതായി മാറി. ചിരിക്കുന്നു, കളിക്കുന്നു, കൈയിട്ടടിക്കുന്നു, അതൊരു വിഷയം തന്നെയല്ല. ഇന്ന് എന്തൊക്കെയാണ് സഹോദരന്മാരെ നമ്മൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന സമയമാകുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അവസാനമാകുന്ന സമയത്ത് വ്യഭിചാരം സാർവത്രികമാകും. അതേപോലെ തന്നെ ആളുകൾ കന്നുകാലികളെപ്പോലെ കഴുതകളെപ്പോലെ തെരുവിൽ റോഡ് സൈഡിൽ വ്യഭിചരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യന് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഞങ്ങളൊന്ന് മാറിക്കെടുക്കുക, ഞങ്ങളൊന്ന് പോകട്ടെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അതേപോലെ തന്നെ പീടികയുടെ ബാക്കിൽ എന്താ നടക്കുന്നത്? എന്തൊക്കെയോ കാര്യങ്ങളാണ്. ആരും ലജ്ജ എന്ന് പറയുന്ന സാധനം എടുത്തു പോയി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ പോലുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുരുവികളെപ്പോലെ പാർക്കുകളിലും അതേപോലെ തന്നെ പിന്നെ ടീ ഷോപ്പുകളിലും കോഫി ഹൗസുകളിലും അതേപോലെ തന്നെ ഐസ്ക്രീം പാർലറുകളിലൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് 2-3 വർഷം അന്യപുരുഷനുമായി സല്ലപിച്ച് തൻ്റെ മനസ്സിൻ്റെയും തൻ്റെ ശരീരത്തിൻ്റെയും എല്ലാവിധ ആഗ്രഹങ്ങളും, എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാമ്പസിലും ക്ലാസ് മുകളിലും, അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണക്കില്ലാത്ത ചാറ്റിങ്ങുകളിലും ഫോൺ വിളികളിലും 2 മണി വരെ 3 മണി വരെ 12 മണി വരെ. 2-3 കുട്ടികളുള്ളൂ, അല്ലെങ്കിൽ 2 കുട്ടികളുള്ളൂ, വലിയ വീടുമുണ്ട്, ഒഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട്. അവൻ്റെ നെറ്റും അവൻ്റെ ലാപ്പും അവൻ്റെ കണക്ഷനും അതേപോലെ തന്നെ അവൻ്റെ മൊബൈലും ഓളെ മൊബൈലും ആരും നിയന്ത്രിക്കാനില്ല. ഉമ്മയും ബാപ്പയും വേറെ റൂമിലാണ്, ആർക്കൊന്നും പറയാനില്ല. എന്താ പരിഹാരം? പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എന്താ പരിഹാരം? ഇൻഷാ അല്ലാഹ് പരിഹാരത്തേക്ക് വരണം. ഒന്നും മതം കൊടുക്കുക എന്നുള്ളതിനെ പരിഹാരമുള്ളൂ, വേറെ പരിഹാരമൊന്നുമില്ല. മതം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നു എല്ലാ ആളുകളെയും. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഗ്രന്ഥം കൈ കൊടുക്കുമ്പോൾ അക്രമിയായ മനുഷ്യൻ മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലു ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദാ. ഗ്രന്ഥം ഇങ്ങനെ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയിട്ട് അന്താളിക്കണ മനുഷ്യൻ, പടച്ചോൻ ഇതെന്തൊരു ഗ്രന്ഥമാണ്, 60 കൊല്ലം ജീവിച്ചു കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങളെല്ലാം അണുമണിത്തൂക്കം. ഒമയ്യാമൽ മിസ്കാല ദറത്തിൻ ഖൈറൻ യറ ഒമയ്യാമൽ മിസ്കാല ദറത്തിൻ ശർറൻ, എല്ലാം കാണുന്നു. ബ്രൗസ് ചെയ്ത് തോന്നിയാസങ്ങളൊക്കെ കണ്ട് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ ഹിസ്റ്ററി ഡിലീറ്റ് ആയിട്ടില്ല. ഈ ഹിസ്റ്ററി ഡിലീറ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ ഹിസ്റ്ററി ഫോണിലോ കമ്പ്യൂട്ടറിലോ ഹിസ്റ്ററി വരാത്ത രീതിയിലുള്ള ബ്രൗസ് ചെയ്തു. പക്ഷെ അവിടെ ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ട്. മനുഷ്യൻ എന്താ അളിക്കുകയാണ്? അങ്ങനെ ഒരു ലോകം വരാനുണ്ട് അല്ലേ? ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം സഹോദരന്മാർ. എങ്ങനെ ഉണ്ടാവുള്ളൂ? മതം കൊടുക്കണം.
മതം കൊടുക്കണം. ഏറ്റവും കൂടുതൽ പിഴച്ചു പോകുന്ന എൻ്റെ സഹോദരിമാരെ എന്നോട് ദേഷ്യപ്പെടൽ പെൺകുട്ടികളാണ്. യാതൊരു സംശയവുമില്ല, പെൺകുട്ടികളാണ്. എന്താ വേണ്ടത്? എന്താ അതിനുള്ള കാരണം? നമ്മുടെയൊക്കെ സലഫി കുടുംബങ്ങളിൽ നിന്നുള്ള പോലും എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയോ? മക്കൾക്ക് മതം കിട്ടണില്ല. പേരിന് മദ്രസ ഒരു 5ാം ക്ലാസ് വരെ 6ാം ക്ലാസ്, അതിന് കൊടുത്തില്ല എന്ന് വേറെ നോക്കണം. അത് കഴിഞ്ഞാലോ പിന്നെ മതപഠനം എന്ന് പറഞ്ഞ പരിപാടിയില്ല. ആൺകുട്ടികളാണ് എൻ്റെ ഹുതുബെങ്കിലും കേൾക്കും. അതിനിപ്പോൾ 2ാമത്തെ ഹുതുബക്ക് വന്നാലും ആ പറയുന്നത് കേൾക്കുമല്ലോ. 1ാമത്തെ ഹുതുബ വൈകിയേ വരുന്നത്, 2ാമത്തെ അതെങ്കിലും കേൾക്കുമല്ലോ. സഹോദരന്മാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ഹുതുബക്ക് നിങ്ങൾ പള്ളിയിൽ കൊണ്ടുവരണം. ഓരോ ആഴ്ചയിലും നമ്മളെ നാട്ടിൽ നടക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അള്ളാഹ്ക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച ഖുത്ബ. അതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതത് സമയത്തുള്ള പ്രശ്നങ്ങൾ പറയുന്നു. റസൂലുള്ള ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ സലഫി പള്ളികൾ ഖുത്ബ നടത്തുന്നു. ഒരു വിഷയം അന്ന് കേട്ട് ഒരാഴ്ചയിലേക്കുള്ള ഊർജം അത് കിട്ടിയിട്ടാണ് മുഅ്മിനീങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നത്. അതാണ് ഖുത്ബ എന്ന് പറഞ്ഞാൽ. ഒരു വിഷയം വിശ്വാസസംബന്ധമായ, അതേപോലെ തന്നെ ആചാര അനുഷ്ഠാന കർമ്മ മേഖലകളിൽ നമ്മളെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദിക്ർ കേട്ട്, അള്ളാഹുവിൻ്റെ വാള് കേട്ട്, ആയത്തുകൾ കേട്ട്, ഹദീസുകൾ കേട്ട് പോകുന്നതാണ് ഖുത്ബ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സംവിധാനം. നമ്മൾ ഭാര്യമാർ കേൾക്കുന്നുണ്ടോ? ആരെ കേൾക്കണ്? നമ്മൾ ഈ വായലിരുന്ന് കേൾക്കുന്നുണ്ട്. നമ്മളെ ഭാര്യമാർ കേൾക്കുന്നുണ്ടോ? കേൾക്കണോല് കേൾക്കുന്നുണ്ട്. മഹാഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? എല്ലാ സഹോദരന്മാരെ, ദീന് കൊടുക്കല്ലാതെ ഒരു രക്ഷയില്ല. ജാഹിലിയ അറബികൾക്ക്, കാട്ടറബികൾക്ക് എങ്ങനെ മാറ്റമുണ്ടായി? കള്ളും പെണ്ണും അതേപോലെ തന്നെ യുദ്ധവുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാത്ത ആളുകൾ. ഒരു ദിവസം അന്യ സ്ത്രീയുമായി കിടപ്പറ പങ്കിട്ടില്ലെങ്കിൽ തൻ്റെ ജീവിതം മുന്നോട്ട് പോകാത്ത ആളുകൾ, ദിവസം പൂർത്തിയാകാത്ത പോലെ. അതേപോലെ തന്നെ കള്ളു കുടിച്ച് മതോന്മത്തന്മാരായി നടന്ന് അക്രമവും അനീതിയും കൊള്ളിവെപ്പും എല്ലാ തോന്നിവാസം ചെയ്ത ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബല ഫീ ളലാലിൻ മുബീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നു, അവർക്ക് ആയത്ത് ഓതി കൊടുത്തു, ഹദീസുകൾ പറഞ്ഞു കൊടുത്തു, അവരെ ശുദ്ധീകരിച്ച് പ്യുവറാക്കി എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ? യത്ലൂ അലൈഹിം ആയാതിഹി, ആയത്ത് ഓതി കൊടുക്കണേ. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഹദീസും ഖുർആനും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാറ്റണ്ടായി അവിടെ, മാറ്റണ്ടായി. ഇതല്ലാത്ത ഒരു പരിഹാരമില്ല. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. 22 വയസ്സായി പെൺകുട്ടിക്ക് കല്യാണം സമ്മതിക്കണില്ല. 23 വയസ്സായി, ഇനി PG ചെയ്യട്ടെ, അതിൻ്റെ അപ്പുറം പഠിക്കട്ടെ എന്ന് പറഞ്ഞു, ജോലി ഇട്ടിട്ടെ എന്ന് പറഞ്ഞു. 25 വയസ്സായി, അപ്പോഴാണ് പറയും ഞാൻ ഒരാളെ കണ്ടുകിണത്. 18-ാം വയസ്സിൽ കണ്ടു തുടങ്ങിയതാ. 18-ാം വയസ്സിൽ മുതൽ ഹറാമ് നടക്കുന്നുണ്ട്. 18 വയസ്സ് മുതൽ ആ ഹറാമ് നടക്കുന്നുണ്ട്. ചാറ്റിങ്ങുകളും സംസാരങ്ങളും അതേപോലെ കൂടെ പോകലും എല്ലാം നടന്നിട്ടുണ്ട്. 5-6 വർഷം പ്രേമിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ വാപ്പ പറഞ്ഞതിന് ഉമ്മ പറഞ്ഞതിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറല്ല അല്ലേ? എന്നിട്ട് നമ്മൾ പരാതി പറയാണ് ചെക്കന്മാരൊപ്പം പോയിന്, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ നമ്മളെ ചെക്കന്മാർ, നമ്മളെ ആൺകുട്ടികൾ നമ്മളെ പെരയ്ക്ക് വിളിച്ചു കൊടുത്തില്ല. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ രജിസ്റ്റർ വിവാഹം കഴിച്ചതാണ്, അല്ലെങ്കിൽ കഴിക്കും, എനിക്ക് കിട്ടിച്ചേരണം എന്ന് പറയണം. ആർക്കെന്ത് പറയാനുള്ളത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നുള്ളതിലേക്ക് നമ്മൾ എന്താക്കും? കല്യാണം തീരുമാനിക്കും. ഓൾ എങ്ങനെയുള്ളത്? നിസ്കാരമുള്ളവളാണോ? ദീനുള്ളവളാണോ? നമ്മളെ പരിക്ക് പറ്റിയവളാണോ? അവിടെ നോട്ടല്ല. പ്രേമത്തിന് കണ്ണുമൂക്കൂല്ല എന്നാണ്. എന്നിട്ട് കല്യാണം കഴിഞ്ഞു സഹോദരന്മാരെ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് ജീവിക്കാൻ വയ്യ. കാരണം കല്യാണത്തിന് മുമ്പ് കേടാപോടാ വന്നിരുന്നു, ഒക്കെ എടാണ വിളിക്കുക. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് ഒരു ഭർത്താവിൻ്റെ പദവിയില ഓൾക്ക് പറ്റണില്ല. അപ്പോൾ ഞാൻ എൻ്റെ വരിക്ക് പോവാണ്. അപ്പോൾ പിന്നെ പ്രശ്നമായി, കേസായി. ഇങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അനിയത്തിൻ്റെ കല്യാണം നടക്കണില്ല. എന്നിട്ട് നമ്മൾ പരാതി പറയാണ് മൗലവിനോട്, അല്ലെങ്കിൽ കൗൺസിലറോട്, സുഹൃത്തിനോട്. പരാതി പറയേണ്ട എന്താ കാര്യം സഹോദരന്മാരെ? അള്ളാൻ്റെ ദീനി നമ്മുടെ മക്കളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചോ? സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ 6 വരെ മദ്രസ വിട്ടല്ലോ, 8 വരെ 10 വരെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സീരിയസ് ആയിട്ട് എൻ്റെ കുട്ടി പഠിച്ചിക്കണോ? എൻ്റെ കുട്ടിക്ക് ബോധമുണ്ടോ? ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, സൂറത്ത് ലുക്മാൻ എന്ന് വായിച്ചു നോക്കി സഹോദരന്മാരെ. വിശുദ്ധ റമദാനല്ലത്. സൂറത്ത് ലുക്മാൻ എന്ന് നിങ്ങൾ അർത്ഥിച്ച് വായിച്ചു നോക്കി. വല്ലാത്തൊരു സൂറത്താണ്. ഒരു വാപ്പ, അദ്ദേഹം പ്രവാചകൻ പോലുമല്ല, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സൂറത്ത്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ ആയത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. പ്രവാചകൻ കൂടിയല്ല. എന്താ ലുക്മാൻ അലൈഹി ആദ്യം തന്നെ, മോനെ ഇന്ന ശിർക്ക് യാ ബുനിയ, പൊന്നുമോനെ. എന്തൊരു സൈക്കോളജിക്കൽ വിളിയാണ്.
കൂടെ ചേർത്ത് നീത്ത് പൊന്നുമോനെ, കുഞ്ഞുമോനെ, കുഞ്ഞുകുട്ടി, ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അലീം. അള്ളാഹനെ ശിർക്ക് വെക്കാൻ പാടില്ല മോനെ. പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും എല്ലാം നിൻ്റെ റബ്ബിലേക്ക് മാത്രമാണ് ഉയരേണ്ടത് മോനെ. അതല്ലാതെ ജാറങ്ങളിലേക്കോ മക്ബറുകളിലേക്കോ പുണ്യാത്മാക്കളിലേക്കോ പുണ്യപുരുഷന്മാരിലേക്കോ മറ്റുള്ള ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ തിരിഞ്ഞാൽ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ തെറ്റാണത്. വ്യഭിചാരത്തേക്കാൾ, കൊലപാതകത്തേക്കാൾ. എന്ത് ബദരീങ്ങപ്പാപ്പ ഇന്നെ കാക്കണേ എന്ന് പറയുന്നത് 100 ആളെ കൊല്ലിനേക്കാളും വലുതാണ് എന്ന്. ആർക്കും സംശയം? ഖുറാനിന് സംശയമല്ല, ഹദീസിന് സംശയം, ദീനിന് സംശയമില്ല, നമുക്ക് സംശയം ഉണ്ടോന്ന് അറിയില്ല. ബദരീങ്ങളെ ഇന്നെ കാക്കണേ. പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅഉ വയക്ഷിഫു സൂ വയജഅലകും ഖുലഫാഅൽ അർദ് ഇലാഹുമ്മ അല്ലാഹ്. അങ്ങേയറ്റം പ്രയാസപ്പെട്ടൊരു മനുഷ്യൻ, അങ്ങേയറ്റം പ്രയാസപ്പെട്ടൊരു മനുഷ്യൻ. അയൽവാസിൻ്റെ വീട് പണി നടക്കുന്നു, അവിടെ കിണർ കുത്തിയിട്ടുണ്ട്, ആൾമറ കെട്ടിയിട്ടില്ല. ഉമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുക്കേണ്ടി നോക്കിയപ്പോൾ 3 വയസ്സായ കുട്ടി കിണറിൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുസൃതി കാണിക്കണം നമ്മളെ കുരുന്ന്. നമ്മളൊരു കാലാണ്ട് വെച്ചു കഴിഞ്ഞാൽ ഓനായി കണ്ടുപോകും. ഏതാ സന്ദർഭം? ആ കുട്ടി അതിൻ്റെ അതിർപ്പം നോക്കുകയാണ്. നമ്മളെ പഴമക്കാരെ ഭാഷയിൽ പറഞ്ഞ് കിണറിൻ്റെ അതിർപ്പം നോക്കാൻ വേണ്ടി ഇങ്ങനെ പാളി നോക്കുകയാണ്. പരിപാടി കഴിഞ്ഞു അല്ലേ? ഈ സമയത്ത് ബദിരിങ്ങപ്പാപ്പ എൻ്റെ കുട്ടിനെ കാക്കണെന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. അതിനാണ് ശിർക്ക് എന്ന് പറയാം. പടച്ചോനോട് കൊടുക്കേണ്ട, പടച്ചോൻ കാത്തു നിൽക്കുന്ന ആ തേട്ടമുണ്ടല്ലോ, അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ചാണ് പ്രവാചകന്മാർ മക്കളോട് പറഞ്ഞു. നമ്മളാരെയും നമ്മുടെ മക്കളുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പേടിച്ചിക്കണം. നമ്മളാരെയും മോനെ എൻ്റെ വിശ്വാസം ശ്രദ്ധിക്കണം കേട്ടോ. നിസ്കാരം, നോമ്പ്, നിര്യാണിക്ക് മുകളിൽ പാൻറ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മോനെ തൗഹീദിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കി. നമ്മൾ ഏത് ദീനില്ല എൻ്റെ പ്രിയപ്പെട്ട, ഞാനും നിങ്ങൾക്ക് ഏത് ദീനില്ല. പ്രവാചകന്മാർ സക്രാത്തിന്റെ സമയത്ത് മക്കളെ ഉപദേശിക്കണം. മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് എടുക്കുക, ആരെ വിളിക്കുക എന്ന് മക്കളോട് ചോദിക്കുകയാണ്. പ്രവാചകന്മാർ, അവരുടെ മക്കളും പ്രവാചകന്മാരാ. അവർ മരിക്കുന്ന സമയത്ത് വസിയത്ത് ചോദിക്കുകയാണ്. വസിയത്ത് പറയണം അള്ളാഹനെ മാത്രാട്ടാ. നമുക്ക് എന്തിനും പടച്ചോനാണ് മക്കളെ, പടച്ചോനെ വിട്ട് കളിക്കല്ലേ. കാരണം എല്ലാവിധ തിന്മകൾക്ക് കാരണവും പടച്ചറബിൻ്റെ തൗഹീദിൽ പുഴുക്കുത്തുകൾ ഉണ്ടാവണോണ്ടാ. എന്നിട്ട് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? ഓരോ നമസ്കാരത്തിൻ്റെ കാര്യം പറയുന്നു. ജനങ്ങളോട് എങ്ങനെ പെരുമാറേണ്ടതുപോലെ ജനങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ല മോനെ, മൂത്തോരെ ബഹുമാനിക്കും മോനെ, നല്ലതിലേക്ക് പെരുമാറും മോനെ. ഇന്ന് നമ്മളെ മക്കൾക്ക് അറിയൂ, നമ്മളെ മക്കൾക്കറിയാം. നമ്മളെ മക്കൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക. വല്ലിപ്പ വന്നു, ബെല്ലടിച്ചു, നമ്മൾ സിറ്റ് ഔട്ടിലുണ്ട്, തിരിഞ്ഞു നോക്കണില്ല, വല്ലിപ്പാൻ്റെ മുഖത്തൊക്കെ നോക്കണില്ല, മൂത്താപ്പാൻ്റെ മുഖത്തൊക്കെ നോക്കണില്ല. വാപ്പണ്ടടാ അവിടെ, വാപ്പുണ്ട്, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഓൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. ഓനെപ്പോഴും കാണുന്ന ക്ലിപ്പാണ്. എന്നിട്ട് ആ വല്ലിപ്പ കാത്തിക്കാണ്. അല്ലെങ്കിൽ ഓൻ കാലും കയറ്റി ചിരിക്കുകയാണെങ്കിൽ ആ ഇരുത്തവിടെ ഇരിക്കുകയാണ്. മോനെ ഇജൊന്ന് കാലുമെന്ന് ഇറക്കിയേക്കും മോനെ, അല്ലെങ്കിൽ ആ പിന്നെ ശാരിപടി ഒന്ന് ഇരുന്ന് അടിയിക്കിരിക്കും മോനെ, അല്ലെങ്കിൽ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കും മോനെ. അത് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ആ പോക്കാണ്ട് പോട്ടെ എന്ന് എല്ലാവരും തീരുമാനിച്ചു. ഈ കോലത്തിലുള്ളത് നമ്മളെ മക്കളുടെ അവസ്ഥയാണ് പറയണത്. എവിടെയാണ് ആദരവും ബഹുമാനവും? അതേപോലെ തന്നെ ഈ പറയപ്പെട്ട വല്ലിപ്പയാണ്, മൂത്താപ്പയാണ്, എളാപ്പയാണ്, എളാമ്മയാണ്, കുടുംബക്കാരാണ്, മുതിർന്നോരാണ്. എവിടെയാണ് പോയത്? ഉത്തരവാദികൾ ഈ പറയുന്ന ഞാനും പിന്നെ നിങ്ങളൊക്കെ അല്ലേ സുഹൃത്തുക്കളെ? നമ്മളൊക്കെ തന്നെയാണ് ഉത്തരവാദികൾ. അതുകൊണ്ട് തന്നെ ദീന് കൊടുക്കുക എന്നല്ലാതെ. എന്നിട്ട് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു കാര്യമുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഅല്ലാഹ്. മോനെ, നീ ഒരു തെറ്റ് ചെയ്തിട്ട് ആരും കാണാതെ ആരും അറിയാതെ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ട് ആകാശങ്ങളിലോ ഭൂമികളിലോ പാറമടക്കുള്ളിലോ കൊണ്ടുപോയി വെച്ചിട്ട് ആരും കാണുന്നില്ല, സേഫാണെന്ന് വിചാരിച്ചു, ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്തു, നമ്മളെ ഭാഷയിൽ പറഞ്ഞ് ഒക്കെ സേഫാക്കി, ആരുമില്ല, ഒക്കെ ചെയ്തു വെച്ചിട്ട് നാളെ പിറ്റേന്ന് പരലോകത്ത് അല്ല കൊണ്ടുവരും മോനെ, അല്ല കൊണ്ടുവരും മോനെ. അള്ളാഹിൻ്റെ അടുന്ന് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹിൻ്റെ അടുന്ന് മറക്കാനൊന്നും സാധ്യമല്ല മോനെ. ഇന്ന് അള്ളാഹിനെക്കുറിച്ച്, അള്ളാഹിൻ്റെ മുറാഖബത്തിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടത്തെക്കുറിച്ച്,
അള്ളാഹുവിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ പാടില്ലെന്നതിനെക്കുറിച്ച് ആ കൃത്യമായ ബോധ്യം കൊടുക്കുന്നൊരു പിതാവിൻ്റെ ഉപദേശമാണ്. പിതാവ് പറഞ്ഞു കൊടുക്കണ മോനെ പടച്ചോനോട് ഒന്നും മറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ എൻ്റെ ക്യാമ്പസിൽ ഈ ഇന്ത്യക്ക് പുറത്താണ് പഠിക്കണത്, ആരുമില്ല, എൻ്റെ നാട്ടുകാരുമില്ല, ആരും കാണാനില്ല, പക്ഷെ അള്ള കാണും കേട്ടോ. ഈ കേരളത്തിന് പുറത്താണ് പഠിക്കുന്നത്, ഈ നമ്മളെ നാട്ടിലല്ല, ഈ വേറെ ക്യാമ്പസിലാണ് പഠിക്കണത്. ആരില്ലെങ്കിലും ഇപ്പച്ചിൻ്റെ കുട്ടിനെ ഉമ്മച്ചിൻ്റെ കുട്ടിനെ പടച്ചോൻ ഉണ്ട് എന്നുള്ള ബോധം മോനെ കേട്ടോ. 5 വക്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ അള്ള കാണും, എന്താണെങ്കിലും അള്ളാൻ്റെ അടുത്ത് വരും മോനെ, നാണം കിടന്ന അവസ്ഥയുണ്ടാകും മോനെ. നിന്റെ ജീവിതത്തിനനുസരിച്ചായിരിക്കും നിന്റെ ദുനിയാവിലെ ബറക്കത്തും പരലോകത്തെ വിജയവും എന്ന് പറഞ്ഞു കൊടുക്കാൻ, അതിന് കൃത്യമായി പടച്ചറബിനെ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അത് പഠിച്ചാൽ ഒരിക്കലും പോകില്ല സഹോദരന്മാരെ. അതിൻ്റെ ഉദാഹരണമല്ലേ നമ്മുടെ മക്കയിലെ മുശ്രിക്കുകൾ, ജാഹിലിയ അറബികൾ മാറി, അവർ മാറി. തോന്നിവാസത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അങ്ങേ അറ്റത്തെ വഴികേടിലായിരുന്നു. ഇവരങ്ങോട്ട് മാറിയിട്ട് അള്ള പറഞ്ഞു, അർശിൻ്റെ ബോളെന്ന് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഏറ്റവും നല്ല ഉത്തമ സമുദായം. ആര്? ഈ സഹാബികൾ. എങ്ങനെ മാറിയത്? ടെലിഫിലിം കാണിച്ചു കൊടുത്തിട്ടാ? സ്ത്രീധനത്തിനെതിരെ, അതേപോലെ തന്നെ സാമൂഹ്യ തിന്മക്കെതിരെ പിന്നെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടോ? അതൊക്കെ പ്രബോധനത്തിൻ്റെ മാർഗമാണ് ചില ആളുകൾക്ക്. ഇസ്ലാം ഹറാമാക്കിയ എല്ലാ മാർഗം കൊണ്ട് പിന്നെ മൂല്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നുമല്ല സമയം. പച്ചക്ക് ഖുർആൻ ഓതിയാണ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. പച്ച മലയാളത്തിൽ ഹുത്ബാണ്ട് ഹുത്ബ ഓതിയിട്ട് കാര്യമില്ല. നമ്മളെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയൊക്കെ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് സർവ്വ അരാജകത്വങ്ങളും ടൂറിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തായാലും നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മളെ മുതിർന്ന പെൺകുട്ടികൾ ടൂർ പോകണില്ലേ? 2 ദിവസം 3 ദിവസം ടൂർ പോകണില്ലേ? നമ്മളെ കുട്ടികൾ പോയിട്ടില്ല. ഇന്നും ഇന്നലെയും മിഞ്ഞാന്നും പോയിട്ട് നാളെയും പോകാനില്ലേ? പറയാൻ പറ്റണില്ലേ? വേണ്ടാന്ന് പോയി മോളെ, അത് ശരിയല്ല മോളെ. അന്യ കുട്ടികളെ കുറിച്ച് ആൺകുട്ടികളെ കൂടെ ഈ ടൂറ് പോകുന്നത് നമുക്ക് പറ്റിയ ഏർപ്പെടല്ലോ. ഉപ്പച്ചിൻ്റെ കുട്ടിനെ എവിടെ കൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് വേണ്ട. അത് നമുക്ക് അതിർവരമ്പുകളുണ്ട്. എല്ലാം ആസ്വദിക്കാനുള്ളതല്ല. ട്രെയിനിങ്ങിൻ്റെ പേരും പറഞ്ഞ ഇത്ര ദിവസം ടൂറ് അന്യ പെണ്ണുങ്ങളുടെ കൂടെ, എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? DJ പാർട്ടികളും മാമാങ്കങ്ങളും ഇതിനൊക്കെ പലപ്പോഴും കാശ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന ഡ്രസ് കോഡുകൾക്കൊക്കെ കാശ് കൊടുക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഉത്തരവാദികളാകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പിന്നെ ഭാര്യമാരെയും അതേപോലെ തന്നെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ വെച്ച് വ്ലോഗ് ചെയ്യുന്ന ആളുകൾ, എന്നിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ, എന്നിട്ട് ഇവരുടെ പിന്നെ ഭാര്യമാരുടെയും അതേപോലെ തന്നെ വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ നല്ല കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പൈസ എങ്ങനെ വരും? സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ ഇറച്ചി വിൽക്കുകയാണ്. ജാലിയ അറബികൾ ചെയ്ത് വേറൊരു ടൈപ്പായിരുന്നു അത്. നല്ല ചുറുക്കുള്ള പെണ്ണുങ്ങളും അതേപോലെ തന്നെ അടിമ പെണ്ണുങ്ങളും അതേപോലെ തന്നെ നല്ല വെപ്പാട്ടികളൊക്കെ ഉള്ള ആളുകൾ കോല് കുത്തുന്ന, വീടിൻ്റെ മുമ്പിൽ കോല് കുത്തും, അല്ലെങ്കിൽ കൊടി നാട്ടും. ഇവിടെ നല്ല പെണ്ണുങ്ങളുണ്ട്, ഉപയോഗിക്കുന്നവർക്ക് വരാൻ കാശ് തന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലേക്കാണ് കയറാൻ വേണ്ടത്, നല്ലൊരു കാര്യത്തിന് കയറാൻ വയ്യ, തട്ടിത്തടഞ്ഞ് വീകാണ്. മുസ്ലിം വ്ളോഗർമാരെ കുറിച്ചും വ്ളോഗത്തികളെ കൊണ്ടും പാചകറാണികൾ ഇങ്ങനെ തുളുമ്പാണ്. അല്ലേ സഹോദരന്മാരെ? ഖൈറുമ്മത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ എന്താണിത്? അഥവാ ചാഞ്ഞും ചെരിഞ്ഞും കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചും ഒരു അന്യ പെണ്ണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് സഹോദരന്മാരെ? എങ്ങനെയാണ് ഒരു അന്യപ്പെണ്ണ് സംസാരിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലുകളും ഒക്കെ ഈ കാട്ടിക്കൂട്ടുന്ന സംസാരങ്ങളും ആളുകളെ ശരിക്ക് പുരുഷന്മാരുടെ മനസ്സിൻ്റെ അഥവാ ലൈംഗികത എന്നുള്ളത് ഏത് മനുഷ്യനുള്ളതാ? അള്ള പറഞ്ഞതാണ്. ഒരു പുരുഷനാണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അയാൾക്ക് ആ പെണ്ണിനോട് ഒരു ലൈംഗിക ആസക്തി തോന്നിയാണ്, അയാളെ കുറ്റം പറയാനും പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു സ്ത്രീനെ കണ്ട് ലൈംഗിക ആസക്തി തോന്നുന്നത് പെട്ടെന്ന് ഭാര്യൻ്റെ അടുത്തേക്ക് പോകുന്ന, അഥവാ ഒരു പുരുഷനൊരു പെണ്ണിനെ കണ്ട ആ പെണ്ണിൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണെടുക്കണം. തൻ്റെ ലൈംഗികത തീർക്കാൻ അള്ളാഹു ഹലാലായ മാർഗം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഭാര്യമാരാണ്. നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ ഭർത്താക്കന്മാരാണ്, നമ്മളാണ്. അപ്പം നമ്മുടെ മാംസളമായ ഭാഗങ്ങളും അതേപോലെ തന്നെ ശരീരവും രസങ്ങളും ഹരങ്ങളും നാട്ടിലേക്ക് കാണാനുള്ളതല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. അത് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ജനങ്ങളെ പെണ്ണുങ്ങളെ കൊത്തിവലിക്കാനുള്ള കണ്ണുകളുമായി ഇരിക്കുന്ന ആളുകൾക്കും ആഭാസന്മാർക്കും കാണിച്ചു കൊടുക്കാനുള്ളതല്ല. നമ്മുടെ പെൺകുട്ടികളുടെ പിന്നും പുറവും മുഖവും അതേപോലെ തന്നെ മാറുമൊക്കെ അതതിന് അവകാശപ്പെട്ടുള്ളതാണ്.
ഈ കണ്ട സ്ത്രീ പീഡനങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇതാ. ഒരു പെണ്ണ് മാന്യമായിട്ട് പർദ്ദയിട്ട് അവളെ മൂടുന്ന മഫ്തയിട്ട്, അത് സലഫി മഫ്ത എന്ന് ഏത് പേരിട്ടാണെങ്കിലും, അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഹിജാബ്, ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചാനലുകളിലും അതേ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരവും അതേപോലെ തന്നെ അതിന് ക്ലാസ്മേറ്റിനോടാണെങ്കിലും അധ്യാപകനോടാണെങ്കിലും ജോലിക്കാരോടാണെങ്കിലും അധ്യാപികമാർ പരസ്പരം അധ്യാപകന്മാരോടൊക്കെ ആണെങ്കിലും ഒരു അന്യപുരുഷനോട് സംസാരിക്കുമ്പോൾ ഒരു മുഅ്മിനത്തായ പെണ്ണാണോ, അല്ലാത്തവർക്ക് എങ്ങനെയാവാ? പേരിന് ഇസ്ലാം കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് എങ്ങനെയാവും? ഞാൻ നമ്മളൊക്കെ പരീത്ത അവസ്ഥ പറഞ്ഞതാണ്, നമ്മളൊക്കെ പെണ്ണുങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബിയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയാണ്, അത് നമുക്കൊക്കെ ബാധകമാണ്. റസൂലുള്ളാഹിന്റെ പിന്നെ സഹാബ വനിതകൾക്ക് ബാധകമാണ്, മുഅ്മിനാത്തുകൾക്ക് ബാധകമാണ്. ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലൈന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഒരു അന്യപെണ്ണ് അന്യപുരുഷനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? തന്മയത്വത്തോടുകൂടി, ആളുകളെ വശീകരിക്കുന്ന രീതിയിൽ, അവളിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിൽ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, പുരുഷന്മാരായി ഞങ്ങളുടെ വികാരം നോട്ടത്തിലുണ്ട്, ഒരു സംസാരം കേൾക്കുന്നതിലുണ്ട്. സ്ത്രീകൾക്കതല്ല. സ്ത്രീകളുടെ വികാരവും അതേപോലെ തന്നെ അവരുടെ ലൈംഗികമായ ആസക്തി മറ്റൊരു തലമാണ്. പുരുഷന് കണ്ടാൽ മതി, ഒന്ന് കേട്ടാൽ മതി. ഒരു അന്യ സ്ത്രീ ഒരു 11:30 മണിക്ക് നമ്മുടെ പിന്നെ മൊബൈലിലുള്ള നമ്മുടെ പിന്നെ ജോലി സ്ഥലത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ളതോ ഒരു അന്യ പെണ്ണ് 11 മണിക്കൊരു മെസ്സേജ് നമുക്ക് ഇട്ടുകണമെങ്കിൽ അവിടെ ഒരു പുരുഷന് ഈ സമയത്തോള് നല്ല പെണ്ണാണെങ്കിൽ 11 മണിക്ക് അന്യ പുരുഷന് മെസ്സേജ് ഇടൂല. അതെല്ലാ പുരുഷന്മാർക്കും അറിയാം. അപ്പോൾ ഒരു മെസ്സേജ് അങ്ങോട്ട് പോകും, ഒരു ഐക്കൺ അങ്ങോട്ട് പോകും, യാതൊരു സംശയവുമില്ല. അത് ഏത് പുരുഷനെ അത് വീഴ്ത്തും, എത്ര തെക്കുള്ളവനും വീണു പോകും. ഇല്ലാമൻ റഹിമല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവർ ഒഴികെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, കൽബിൽ രോഗമുള്ളവർ ആഗ്രഹിച്ചു പോകട്ടോന്ന്. എന്തിൻ്റെ രോഗം? കൽബിൽ രോഗമുള്ളവരെന്ത്? ക്യാൻസറോ? അല്ല, ഒരു പെണ്ണിനോടുള്ള ആസക്തി. അത് പുരുഷന്മാർക്കുണ്ടാകും, മനുഷ്യനല്ലേ. സ്വാഭാവികമായി അങ്ങനെയുള്ള ആളുകൾ ആഗ്രഹിച്ചു പോകുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ, അവരുടെ പെരുമാറ്റ രീതി കേൾക്കുമ്പോൾ, അവരുടെ ചാറ്റിംഗ് രീതി കേൾക്കുമ്പോൾ, അസമയത്തുള്ള വിളി കാണുമ്പോൾ, അസമയത്തുള്ള ചാറ്റിംഗ് കാണുമ്പോൾ, അതുണ്ടാകരുത് മുഅ്മിനത്തുകളെ. നമുക്ക് പറ്റിയ ഏർപ്പാടല്ല അത്. കല്യാണം കഴിഞ്ഞവരാകട്ടെ കല്യാണം കഴിയാത്തവരാകട്ടെ, അവരുടെ മനസ്സിൻ്റെ രോഗത്തെ ഇളക്കിവിടുന്ന, അവരുടെ ദുർബല വികാരങ്ങളെ ഇളക്കിവിടുന്ന പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ചേഷ്ടകൾ, തന്മയത്വത്തോടുള്ള പെരുമാറ്റങ്ങൾ അന്യപുരുഷനോട് പാടില്ല. പെണ്ണുങ്ങളോടുള്ള കൽപ്പനയാണ്. ആണുങ്ങളോടുണ്ട് കൽപ്പന. സ്ത്രീകളെ നോക്കാൻ പാടില്ല, അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല, തലതാഴ്ത്തി നടക്കണം, ഹറാമിലേക്ക് നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ടി വരും, ഉറപ്പല്ലേ? എങ്ങനെ സംസാരിക്കണം? വഖുൽന ഖൗലൻ മഅറൂഫ, മാന്യമായി കാര്യം പറഞ്ഞ് സ്ഥലം കാലിയാക്കണം. മാന്യമായി മുഖത്ത് നോക്കി കാര്യം പറയാ. ഇതാണ്, ഞാനൊരു മുഅ്മിനത്തായ ഈമാനുള്ള പെണ്ണാണ്, എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്, കഴിഞ്ഞു, ഞാൻ പോകുന്നു. പിന്നെ അവിടെ ചുറ്റിപ്പറ്റിക്കേണ്ട, അടുത്ത മെസ്സേജിൻ്റെ ആവശ്യമില്ല, അവിടുത്തെ അയക്കേണ്ട ആവശ്യമില്ല. ആലോചിച്ച് നോക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മാ ദീ മഹ്റം. റസൂൽ പറയാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമ ശൈത്താൻ. ഒരു പെണ്ണ് അന്യപുരുഷനുമായി ഒറ്റക്കാവാൻ പാടില്ല. സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി യാത്ര ചെയ്യാൻ പാടില്ല, ഹറാമാണത്. ഒരു പെണ്ണ് അന്യപുരുഷനുമായി ഒറ്റക്കാവുന്നുണ്ടെങ്കിൽ ഓല് രണ്ടാളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അവിടെ ശൈത്താൻ മൂന്നാമതായി ഉണ്ടാകും. നമ്മുടെ ജോലിക്കാരിയായിക്കോട്ടെ, നമ്മളെ ജോലിക്കാരിയാകട്ടെ, നമ്മളെ സ്റ്റാഫ് റൂമാകട്ടെ, നമ്മളെ ക്ലാസ് റൂമാകട്ടെ, നമ്മുടെ സ്ഥാപനമാകട്ടെ, എന്താകട്ടെ, അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണോ രണ്ടാളാണെന്ന് വിചാരിക്കണ്ട. മലിക്കുൽ ജബ്ബാറായ നാഥന്റെ വഹിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അവിടെ മൂന്നാമതായി ശൈത്താൻ ഉണ്ടാകുന്നു. ആരാ പറയണത്? ശൈത്താൻ്റെയും നമ്മുടെയും പെണ്ണിൻ്റെയും ആണിൻ്റെയും ഇതെല്ലാം സംവിധാനിച്ച റബ്ബ പറയണത് ശൈത്താൻ ഉണ്ടാകുന്നു. ഞാൻ വല്ല മുത്തക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീളം കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് മറയേണ്ട ഭാഗങ്ങൾ ഒരു പെണ്ണ് മുഴുവൻ മറയേണ്ടതാണ്. ഒരു പെണ്ണ് മുഴുവൻ മറയേണ്ടതാണ്.
പിന്നെ ചർച്ച മുഖവും മുൻകൈയും അത് ഒഴിവാക്കാൻ പറ്റൂലെന്ന് ചർച്ച. ചില പണ്ഡിതന്മാർ മുഖം മറക്കൽ നിർബന്ധമാണ്, ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ശരി, നമുക്ക് നിർബന്ധമാണെന്ന് ഒന്ന് മാറ്റിയേക്കാം. മുഅക്കദായ സുന്നത്താണ്, അതിലൊരു സംശയമില്ല. എന്നാ ശരി, അതും അത് മുഖത് സുന്നത്താണെങ്കിൽ അപ്പോൾ സുന്നത്തായതുകൊണ്ട് തന്നെ ഇപ്പം അത് ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടുമെന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ. ഏതായിരുന്നല്ലോ ഒരുപാട് പണ്ഡിതന്മാർ നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിൻ്റെ മുഖം ഭംഗിയാണെന്നുള്ള സംശയമൊന്നുമില്ല. ഏതായിരുന്നാലും മുഖവും മുൻകൈയും ഒഴിവാക്കി ബാക്കിയുള്ളതൊക്കെ മറയേണ്ടതാണ്. പെണ്ണിൻ്റെ തട്ടം എന്നുള്ളത് എന്തിനാ? തലമറക്കാൻ മാത്രമുള്ളതാണ്? അല്ല, പെണ്ണിൻ്റെ തട്ടം തലമറക്കാൻ മാത്രമുള്ളതല്ല, അത് മാറിടത്തിലേക്ക് താഴണം. മാറിടത്തിലേക്ക് താഴണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനെ പറഞ്ഞു, വൽയദ്രിബ്ന ബിഖുമിരിഹിന്ന അലാ ജുയൂബിഹിന്ന. പെണ്ണിൻ്റെ മഫ്തകൾ, തട്ടങ്ങൾ മാറിടത്തിലേക്ക് താഴട്ടെ. കുപ്പായിട്ട ചുരിദാറിട്ട മാത്രം പോരാ, പർദ്ദട്ട മാത്രം പോരാ, തട്ടം നിർബന്ധമായിട്ടും മാറിടത്തിലേക്ക് താഴണം. ആരുടെ കൽപ്പനയാണ്? അള്ളാൻ്റെ കൽപ്പനയാണ്. അതിനുള്ളത് കൂടിയാണ് തട്ടം. തലമറക്കം മാത്രമുള്ളതല്ല തട്ടം. ഷോർട്ട് മഫ്തകൾ, പുറംഭാഗവും അതേപോലെ തന്നെ അടിഭാഗവും അവരുടെ ബാക്ക് ഭാഗവും മുൻഭാഗവും ഒക്കെ കാണാം ടൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വളരെ ആഭാസമായിട്ട് നടക്കുന്നു. സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. നമ്മളെല്ലാവരും പല തവണ കേട്ട ഹദീസാണ്. വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായ പെണ്ണുങ്ങൾ, വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായ പെണ്ണുങ്ങൾ, ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞങ്ങനെ നടക്കുന്നു. അതേ റൂസുന്ന മിസ്ല അസ്നിമത്തിൽ ബുഖ്തി, അഥവാ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അവരുടെ തലകൾ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞിങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റിഹഹ, സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആരാ പറയണത്? സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടൂല. എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾ കാതങ്ങൾക്ക് ദൂരത്തേക്ക് വെളിച്ചു വീശുന്ന സുഖലോലിപതയുടെ സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടാനുള്ള അവകാശം അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കില്ല. കൃത്യമാണ് ഹദീസ്. നമ്മളെ ഭാര്യയിൽ പെടുന്നുണ്ടോ? ആലോചിച്ച് നോക്കി. നമ്മുടെ ഭർത്താവ് നമ്മുടെ പെൺകുട്ടികളതിൽ പെടുന്നുണ്ടോ? ഒക്കെ നിസ്സാരമാണ് പലപ്പോഴും. എല്ലാം നോർമലൈസ്. അന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് പിന്നിപ്പോൾ അതൊക്കെ നടക്കാൻ പറ്റുമോ? പെൺകുട്ടികളൊക്കെ നെര്യാണിക്ക് മുകളിലാണ് പാൻറ് ഇടുന്നത്. എല്ലാവരും നെര്യാണിക്ക് മുകളിൽ. കാലൗറത്തല്ലേ സഹോദരന്മാരെ? അപ്പോൾ ചില ആളുകൾ ചോദിക്കും, കാലൗറത്താണെന്ന് പിന്നെ ഒരു ആണിനിപ്പോൾ ഒരു പെണ്ണിൻ്റെ കാല് കണ്ടതുകൊണ്ട് എന്ത് സംഭവിക്കുമോ? അതിവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളും തുട കാട്ടി നടക്കുകയായിരിക്കുക. അപ്പോൾ തുട കണ്ടാലൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് പ്രശ്നമില്ലാതാവും. അള്ളാനെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുക. അള്ള പറയാണ് കാലൗറത്താണ്, അല്ലെങ്കിൽ കൈത്തണ്ട ഇത് ഔറത്താണ്, മുട്ടിൻ്റെ താഴെയാണ് മറയണം. അല്ലെങ്കിൽ കൈത്ത് മറയാത്ത ആളുകൾ, മുടി കാണിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിനെന്താ പ്രശ്നം? അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഉണ്ടാകേണ്ടത്? അവിടെ ഞമ്മക്കൊന്നും ഉണ്ടാവില്ല. ആണുങ്ങൾ തന്നെ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഞങ്ങൾക്ക് അതോടൊന്നും ഉണ്ടാവണില്ല. അത് ഉണ്ടാണില്ല വിചാരിച്ചിട്ട് അള്ളാൻ്റെ ദീന് മാറ്റാൻ പറ്റുമോ? സഹോദരജി, ദീനുള്ളതാണ് ദീനനുസരിച്ച് നടക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോ. ദീനുണ്ടാക്കുന്ന നമുക്ക് നിർബന്ധമൊന്നുമില്ല. ദീൻ ഒഴിവാക്കിക്കോ സഹോദരി, ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ കുടുങ്ങിപ്പോവും. മുഅ്മിനത്താന്ന് പറയും ചെയ്യുക, ദീൻ്റെ ആളാന്ന് പറയും ചെയ്യുക, എന്നിട്ട് ന്യായീകരിക്കും ചെയ്യരുത്. അള്ളാൻ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട. കുല്ല തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, അള്ളാൻ്റെ ദീനങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. അള്ള അങ്ങോട്ട് പഠിപ്പിക്കും. അത് കേട്ട് സൗകര്യമുണ്ട് ജീവിക്കുക. അതാണ് മുസ്ലിം, കീ ഒതുങ്ങിയവൻ. എന്താ അള്ള പറയണത്? സമീഅന വഅതഅന, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഞങ്ങൾ കേട്ടിരിക്കുന്ന റബ്ബേ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്ന റബ്ബേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം നിസ്സാരമായി കാണിക്കാം. എല്ലാം നിസ്സാരമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളാകട്ടെ ഭാര്യമാരാകട്ടെ ഒരു പർദ്ദയും നല്ലൊരു സലഫി മഫ്ത പോലും ഇട്ട് ശീലിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല. നമ്മളൊക്കെ വീടുകളിലുള്ള അഥവാ നമ്മളെ പ്രവർത്തകന്മാർ അല്ലെങ്കിൽ നമ്മുടെ സലഫികളായിട്ടുള്ള ആൾ ഒരു പർദ്ദയും അതേപോലെ തന്നെ നല്ല ശരീരം മറയുന്നതിന് മഫ്ത പോലും ഇപ്പോഴും ചുരിദാറും ഓപ്പൺ ചുരിദാറൊക്കെ ആയിട്ട് നടക്കണം. അതാണ് ലിബറലിസത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, നമ്മളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അഥവാ മക്കളെ ആർക്കും നിയന്ത്രിക്കാൻ വയ്യ. 18, 20, 22 വയസ്സുവരെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച് ചെറുപ്പത്തിൽ കാൽ വളരുന്നതും കൈ വളരുന്നതും നോക്കി പ്രതീക്ഷകളായി വളർത്തി, അതേപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ചികിത്സക്കും അവർക്ക് കൂരയുണ്ടാക്കുന്നതിനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അന്യ രാജ്യങ്ങളിൽ പോയി പെടാപാടുപെട്ട് ചൂടും തണുപ്പും സഹിച്ച് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ പിതാക്കൾ ജീവിക്കാൻ പോലും മറന്ന്
എന്താണ് അബൂബക്കർക്ക് അങ്ങക്കൊന്ന് പോയിക്കൂടെ? 30 കൊല്ലായില്ലേ, 25 കൊല്ലായില്ലേ? അപ്പോഴും പറയാനുള്ളത് മക്കളെ കാര്യമാണ്. സ്വന്തമായി ജീവിച്ചിട്ടില്ല, ഭാര്യയുടെ കൂടെ കിടന്നിട്ടില്ല, മാസം ഒരു വർഷത്തിലൊരു മാസം ലീവ് കിട്ടിയാലായി. ഇങ്ങനെ പെടാപാടുപെടാണ്. എന്നിട്ട് 18, 19, 20 വർഷം പോറ്റി വളർത്തി ആ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി കൊടുക്കാൻ പോലുമുള്ള അവകാശം ഇന്ന് മുസ്ലിം മാതാപിതാക്കൾക്ക് ഇല്ലാതായി പോയി. ആ പെൺകുട്ടിക്ക്, നമ്മുടെ മോന് അല്ലെങ്കിൽ നമ്മുടെ മോൾക്ക് ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ, അതിനുള്ള അവകാശം പോലും ഇന്ന് മക്കൾ കൊടുക്കണില്ല. അതൊക്കെ ഞങ്ങൾ കണ്ടെത്തും. മോൻ പറയാണ് അതൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അത് നിങ്ങൾ ഇടപെടണ്ട. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കുന്നവർക്ക് വളർത്തിയതാണ്. പലപ്പോഴും അവർക്ക് വേണ്ടി, അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ നമ്മളാണ് ഉറക്കം വിളിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും എല്ലാം ചെയ്ത് അവരെ അവരൊന്ന് സ്റ്റാൻഡിലെത്താൻ വേണ്ടി നമ്മൾ പണിയെടുത്തു, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി. അങ്ങനെ 20, 23, 25 വയസ്സായ പോലും പറയാണ്, ആരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത്, ആരാണ് ഭാര്യയാവേണ്ടത്, ആരാണ് ഭർത്താവേണ്ടത്, നിങ്ങൾ തീരുമാനിക്കേണ്ട. അവരുടെ എല്ലാം നമ്മളാ തീരുമാനിച്ചത്. അതിനേക്കാൾ വലിയ തീരുമാനമെടുക്കേണ്ട സമയത്ത് വാപ്പാക്കും ഉമ്മാക്കും കാരണവന്മാർക്കും റോളില്ല. സഹോദരന്മാർ ആരുടെ കാര്യമാണ് പറയണത്? ഖൈർ ഉമ്മത്തിൻ്റെ കാര്യം പറയണത്. നിങ്ങൾ ആലോചിക്കും, മക്കൾക്ക് കല്യാണം വേണ്ട. 18 വയസ്സായി, 20 വയസ്സായി, 22 വയസ്സായി, കല്യാണം നോക്കല്ലേ, അല്ലേ പഠനം കഴിയട്ടെ, PG കഴിയട്ടെ, അത് കഴിയട്ടെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ജോലി കിട്ടട്ടെ. ഞാൻ പറയണേ, ഇതൊക്കെ നമ്മളെ പെരയിലും നമ്മളെ കുടുംബത്തിലുള്ള പെൺകുട്ടികളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഇതൊക്കെ തന്നെ മറുപടി കിട്ടുക. എന്തിനാ ജോലി? സ്വന്തം കാലിൽ നിൽക്കാൻ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ശരി, നല്ലൊരു മനസ്സാണ് എൻ്റെ മോൾക്കുള്ളത്, ഭർത്താവിനെ സഹായിക്കാമല്ലോ, ഓൾക്ക് എന്തെങ്കിലും ഏണിങ്ങൊക്കെ കിട്ടുകയാണെങ്കിൽ ഭർത്താവിനും കുടുംബത്തിനൊക്കെ വലിയ സൗകര്യമാവുമല്ലോ. കുടുംബത്തിന് സൗകര്യമാവുമല്ലോ, ഓളും ഒരു വരുമാനമുണ്ട്, ഓനക്കൊരു വരുമാനമുണ്ട്, നല്ല കാര്യം തന്നെയാണെന്ന് ഇത്. അപ്പോൾ സംഭവം അതല്ല. സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. ഓൻ്റെ അടിമയായി നിൽക്കാൻ, മൂപ്പര അടിമയായി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഒന്നുകൊണ്ട് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയാൻ, ഇവിടെ എനിക്ക് ജോലിയുണ്ട്, കളിക്കാൻ നിൽക്കണ്ട, നിങ്ങളെക്കാളും വലിയ സാലറി എൻ്റെ അടുത്തുണ്ട്, അതിനാണ് ജോലി. കല്യാണം വലിയ ബുദ്ധിമുട്ടാണ്. അമ്മായിമ്മ, അതേപോലെ തന്നെ അമ്മോഷൻ, അതേപോലെ തന്നെ മക്കളുണ്ടാകുക, മക്കളെ പോറ്റുക, വലിയ ഇടങ്ങാറാണ്. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് നിൽക്കുക, ഓലെ ചെൽപ്പടിക്ക് നിൽക്കുക. നമ്മളിങ്ങനെ പാറിപ്പടന്നൊക്കെ ശാരീരികമായ ആവശ്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു തുണ എന്നുള്ള നിലക്ക് വേണം, വേറെ നമ്മൾ മേത്ത് കയറാനൊന്നും വരുത്. ആ നിലക്കാണ്. മറ്റേത് ഇതൊക്കെ വലിയ ഇടങ്ങാറാണ് കല്യാണം കഴിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ചെറുപ്പത്തിലെ കല്യാണം, 23, 25 വയസ്സായിട്ടുള്ളും അവൾ പറയണേ ചെറുപ്പത്തിലെ കല്യാണം കഴിക്കുക. മക്കളുണ്ടാകുന്നതിൽ പ്രയാസം, മക്കളെ പോറ്റൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതികളാണത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ രീതിയിൽ വളർന്ന് മാതാപിതാക്കളെ കുറ്റം പറയാം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ 2 പെണ്ണുങ്ങളുണ്ട്, മുസ്ലിം നാമധാരികളായ 2 പെണ്ണുങ്ങൾ. ഒരു പെണ്ണും കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ഓല പരിപാടി എന്താ? യൂട്യൂബർമാർ കോലും പിടിച്ച് വരികയാണ്, ഓല അഭിമുഖം നടത്താൻ. വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായി? 18, 20 വർഷം വരെ പോറ്റിയ മാതാപിതാക്കളുടെ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. എന്ത്? ഈ സുവർഗരീതി, ലൂത്തിൻ്റെ ഏർപ്പാട്, വൃത്തികെട്ട ഏർപ്പാട്, ആണും പെണ്ണും. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട സംഗതിയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരൽ വർഷം, ആകാശത്തുനിന്ന് വെള്ളം പെയ്യാറുണ്ട്, എന്നാൽ കല്ലുമയാണ് പെയ്തത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തലകീയായി മറിച്ചു. 10 കണ്ട് മറിച്ചിടൂലേ നമ്മൾ, മറിച്ചിട്ടു. ആ നാടന്നെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത നാടാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. ചാവ് തടാകവും ആ പ്രദേശവും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. അത്ര വൃത്തികെട്ട ഏർപ്പാടിൻ്റെ ആളുകളായതുകൊണ്ട് കാലാകാലമുള്ള ആളുകൾ അത് കാണട്ടെ എന്നുള്ളതിലേക്ക് അല്ലാഹു തീരുമാനിച്ചു. എന്താ പരിപാടി? ആണും പെണ്ണും തരത്തിൽ ഏർപ്പെട്ടതല്ല, അത് ഒരു നിലക്ക് പറഞ്ഞ പ്രകൃതിയാണ്. ഇത് പ്രകൃതി വിരുദ്ധതയാണ്. ആണും പെണ്ണും. ഇന്നതൊക്കെ വലിയ ഫാഷനായി മാറിക്കഴിഞ്ഞു, ആളുകളുടെ അവകാശമായി മാറിക്കഴിഞ്ഞു. ഒരു പെണ്ണ് പറയാണ്, ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക.
എനിക്കൊരാണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ മക്കൾ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല. ഓളെ ഏറ്റെടുക്കപ്പെട്ട ആൾക്കാരുണ്ട്, നമ്മൾ കൂട്ടിലായി പോവും. അതാണ് ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്കൂളിൻ്റെയും ക്യാമ്പസിൻ്റെയും സമ്മർദ്ദങ്ങളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളുള്ള ശൈത്താന്മാരുടെയും വലയിൽപ്പെട്ട് നമ്മുടെ പെൺകുട്ടി പറഞ്ഞ കഴിഞ്ഞു സഹോദരന്മാരെ, ധീരല്ലാത്ത ഒരു പരിഹാരമില്ല, ദീന് കൊടുക്കലല്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ പെൺകുട്ടിക്ക് കല്യാണം വേണ്ട, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രസവിക്കലും അതുപോലെ തന്നെ മുലിയേറ്റലും കൊണ്ടുനടക്കലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് ഈ കുട്ടികൾ. മുസ്ലിം നാമധാരികളായ 2 ചെറുപ്പക്കാരികൾ എന്നിട്ട് ജനമധ്യത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന യൂട്യൂബ് ചാനലുകൾ, ഇങ്ങനെ ആഭാസങ്ങൾ ജനങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി മുസ്ലിം സമുദായവും അതേപോലെ തന്നെ ജനങ്ങളുടെ സംസ്കാരമൊക്കെ തകർന്നില്ലാതാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് സെക്സ് ചോദിച്ചാൽ കൊടുക്കുമോ? ചോദ്യമാണ്. അപ്പോൾ ഇവള് പറയാണ് താല്പര്യം ഉണ്ടെങ്കിൽ പറ്റും, എന്താ വിഷയം? താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളൊക്കെ ഇതിന് കേൾക്കാണ്, കുറേ കമൻറ്റ്, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകയാണ്. ഇതാണ് ജീവിതം, മൈ ബോഡി മൈ റൈറ്റ്സ്, എൻ്റെ റൈറ്റാണ് എൻ്റെ ബോഡി, വേറെ ആരും ഇടപെടണ്ട. അത് എവിടെ വെക്കണം, ആർക്കും മടിക്കുത്ത് വെച്ചു കൊടുക്കണം, എങ്ങനെയാകണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലാകാം. ഇതിങ്ങനെ കേൾക്കണം നമ്മളെ മക്കൾ, ആൺകുട്ടികൾ കേൾക്കണം. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാൻ പറ്റുന്ന ആൺകുട്ടിയൊക്കെ മനസ്സിലായി. ഇങ്ങനെയൊക്കെ ആണിന് കുഴപ്പമില്ല. നാടിൻ്റെ ഒരു പൊതുബോധം അങ്ങനെയാണ്, കുഴപ്പമില്ല, നല്ല അഭിപ്രായങ്ങളാണല്ലോ. ചില ആൾക്കാർ, കുറച്ച് പോയത്തക്കാർ, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കെട്ടത്ത ആൾക്കാർ എന്താ ഈ പറയുന്നത്, എന്ത് തോന്നിവാസമാണ് ഇത്? തോന്നിവാസം ചെയ്യാത്ത മനസ്സിൽ കൊണ്ടെടുക്കുകയും ചെയ്യുക, നാട്ടുകാരോട് പറയും ചെയ്യാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ 4 തോന്നിയ, ഈ പറയുന്ന 2 തോന്നിവാസികളല്ലേ ഉള്ളൂ. അല്ല, കമൻറ്റിൽ മുഴുവൻ അതാണ്. മുസ്ലിം പേരുകളുള്ള കമൻറ്റുകളിൽ മുഴുവൻ അതാണ്. ഇതാണ് ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതല്ലേ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണത് എന്ന് പറയുന്നു മാതാപിതാക്കളെ കുത്തി നോവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ബോധമാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാൾ രാത്രി നിസ്കരിക്കണത് കേൾക്കുകയാണ്. രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ് ഒരാൾ. എന്താണ് സൂറത്തു അദ്ദേഹം ഓതാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. അതിനെ തടുക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഒരാൾക്കും സാധ്യമല്ല കേട്ടോ എന്നുള്ള ആയത്തിങ്ങനെ ഓതിക്കൊണ്ടൊരു മനുഷ്യൻ രാത്രി നമസ്കരിക്കുന്നത് കേട്ടു. ആരാ കേൾക്കുന്നത്? മഹാനായ നമ്മുടെ നേതാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന എന്ന് സ്വന്തം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നമ്മുടെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് കേട്ട് അദ്ദേഹത്തിന് വിറച്ച് പനിച്ചു. 1 മാസക്കാലം പനിച്ചു കിടന്നു. ഒരായത്ത് പടച്ചോന്റെ ശിക്ഷ. ആര്? സ്വർഗത്തിൻ്റെ അവകാശി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ജനങ്ങൾ, അദ്ദേഹം ഖലീഫയായ കാലഘട്ടത്തിൽ പനിച്ചു കിടന്നു. 1 മാസം പനിച്ചു കിടന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗം കാണാൻ വരുന്നുണ്ട്. വലാ യദ്റൂന മാദാ അസാബഹു, എന്താണ് ഉമറിന് പറ്റിയത്, ഞങ്ങളുടെ ഖലീഫക്ക് എന്ത് പറ്റി എന്ന് അവർക്കറിയില്ല. ഖലീഫക്ക് പറ്റിയത് അള്ളാഹിൻ്റെ രായത്താണ്. പ്രിയമുള്ളവരെ, ഈ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു പാൽക്കാരി പെണ്ണിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ലൈഫാണ്, സ്വയ്യാണെന്നൊക്കെ ഏതായാലും ചരിത്രത്തിലുള്ളതാണ്. ചരിത്രം എന്താണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഉള്ളതാണെങ്കിലും ചരിത്രം ഇതാണ്. ഉമ്മ പറയാണ് മോളോട്, മോളെ പാലിൽ വെള്ളം ചേർത്തോ. ഖലീഫ പാലിൽ വെള്ളം ചേർത്തിരുന്നു പറഞ്ഞിട്ട് നട്ടപ്പാതിരിക്കുള്ള സംസാരമാണ് അത്രേ. ഏതായിരുന്നാലും മോള് പറയാണ്, ഉമ്മ പറയാണ്, മോളെ ഖലീഫ ഇത് കാണൂല്ലല്ലോ. ഈ സമയത്ത് ആ യുവതിയായ പെണ്ണ് പറയാണ്, ഉമ്മ ഖലീഫ കാണില്ലായിരിക്കും, പക്ഷേ ഖലീഫയുടെ പടച്ചോണ്ടല്ലോ, റബ്ബുണ്ടല്ലോ, ഉമറിൻ്റെ നാഥനുണ്ടല്ലോ, ആ റബ്ബിന്ന് മറച്ചു വെക്കാൻ ആർക്ക് സാധിക്കും എന്ന് യുവതിയായൊരു പെണ്ണ് ഉമ്മാനെ പഠിപ്പിച്ചു എന്നൊരു ചരിത്രം കഥ കാണുന്നുണ്ട്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്കുണ്ടാകണം. മരിച്ചു ചെല്ലും, ഉറപ്പാണ്, ഖബറിൽ കിടക്കാനുണ്ട്, ആരും കൂട്ടിനുണ്ടാവുകയില്ല. എപ്പോഴാണത്? ഏതു സമയത്തും സംഭവിക്കാം.
തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. ഓ മനുഷ്യ, തഖ്വയാകുന്ന യാത്രാ മുന്നൊരുക്കം നടത്തിക്കോ. തഖ്വയാകുന്ന യാത്രാ മുന്നൊരുക്കം നടത്തിക്കോ. തഖ്വയാണ് ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ വിഭവം. ഏറ്റവും വലിയ വിഭവം തഖ്വയാണ്. ആ തഖ്വയാണ് റമദാനിൽ നമ്മൾ ആ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, അതേപോലെ തന്നെ ഇതുപോലുള്ള സംസാരങ്ങൾ കൊണ്ട് ആ തഖ്വയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അതേ കബറാളികളോട് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം ഖബർ ശ്മശാന ഭൂമിയിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് ഖബറാളികളെ നിങ്ങളെ വിശേഷം? മറുപടിയില്ല. എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് പറഞ്ഞു തരാം, ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഭാര്യമാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തെല്ലാം കീറിമുറിച്ച് അതിൻ്റെ അവകാശികൾ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഭാര്യമാരോടാണെങ്കിൽ എന്താ പറയാനുള്ളത്? ഭാര്യമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവായിരുന്നു, നിങ്ങളുടെ എല്ലാമായിരുന്നല്ലോ, നിങ്ങളുടെ തേനായിരുന്നു, പാലായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ പിൻസീറ്റിൽ മറ്റൊരു പെണ്ണ് ഒട്ടിച്ചേർന്നിരിക്കാൻ കിട്ടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നർത്ഥം. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാറിൻ്റെ ഇടതുവശത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇടതുവശത്ത് നിങ്ങളല്ലായിരുന്നോ ഇരുന്നിരുന്നത്, ഇന്ന് വേറൊരു പെണ്ണ് അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ രാജകുമാരി നിങ്ങളല്ലായിരുന്നോ, ഇന്ന് വേറൊരു രാജകുമാരി അവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ മറന്നിട്ടുണ്ട്, അവർ ജീവിക്കുന്ന സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. നിങ്ങളുടെ സമ്പത്തെല്ലാം ഇവിടെ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായിരുന്നു. ഭർത്താവ് വീടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വാപ്പ 5 ലക്ഷം തന്നു, അതൊക്കെ അതിലേക്ക് കൊടുത്തു. നിങ്ങൾ അഭിപ്രായം പറഞ്ഞ് നിങ്ങളാണ് അവിടുത്തെ എല്ലാം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വേറെ പെണ്ണ് കയറി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങളെ വാർത്തകൾ. നിങ്ങളെ വാർത്തകൾ എന്താ ചോദിക്കാണ്. മറുപടി ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയണം, മറുപടി ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. അവരെങ്ങാനും സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നു, തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. തഖ്വാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വിഭവം. കരസ്ഥമാക്കിക്കോളൂ, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. കബറാളികൾ പറയുമായിരിക്കും, എന്ത്? തഖ്വ മാത്രമാണ്, അതാണ് മരിച്ചു ചെല്ലുമ്പോൾ ഏറ്റവും നല്ല വിഭവം. ഒന്നും അങ്ങോട്ട് വേറൊന്നോട് കൊണ്ടേണ്ട ആവശ്യമില്ല. ആ തഖ്വങ്ങൾ കരസ്ഥമാക്കിക്കോ, വേറൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് കബറാളികൾ പറയുന്ന ആ തഖ്വ ഉണ്ടല്ലോ. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി. മനുഷ്യ, തഖ്വയാകുന്ന യാത്രാ മുന്നൊരുക്കം യാത്ര പോകാനുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിൽ നിന്നും ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ മയ്യത്ത് കൊണ്ടുവച്ച് അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു ദിവസം ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മളെ മയ്യത്തും കെട്ടിൽ വെച്ച് ഇനി ആരെങ്കിലും കാണാണ്ടോ, ഭാര്യയ്ക്ക് ഇനി ഒന്നും കൂടി കാണണോ, ഭർത്താവിന് ഒന്നുകൂടി കാണണോ, കൊണ്ടുപോകട്ടെ, മയ്യത്ത് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ മുറ്റത്തിലൂടെ നടന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ ബൗണ്ടറിയും കഴിഞ്ഞ് നമ്മുടെ ഇടവയിലേക്ക് കയറി, നമ്മുടെ റോട്ടിലേക്ക് കയറി, എന്നിട്ട് നമ്മുടെ യഥാർത്ഥമായൊരു വീടുണ്ടല്ലോ, യഥാർത്ഥമായൊരു വീട്, കബറടകം, ആ കബറടത്തിലേക്ക്, ആ ശ്മശാനത്തിലേക്ക്, ആ ഖബറിലേക്ക്, ആ ലഹദിലേക്ക്, ആ ബർസഖിലേക്ക്, അതാണ് വീട്. അതിലേക്ക് കൊണ്ടുപോകാനുള്ള വിഭവം തഖ്വ മാത്രമാണ്. ഫഇന്നക ലാ തദ്രി. മനുഷ്യ, നിനക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. രാത്രി വന്നു, പിറ്റേന്ന് പുലരി കാണുമോ എന്ന് നിനക്കറിയില്ല. പിറ്റേന്ന് പൊൻപുലരി കാണുമോ എന്ന് നിനക്കറിയില്ല. എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരെ, കഴിവുള്ള ആളുകൾ, ചെറുപ്പക്കാരികൾ ഒരു കാരണവുമില്ലാതെ മരിച്ച്. നമ്മളതിന് കാരണം പറഞ്ഞു, സൈലന്റ് അറ്റാക്കാണ്. വിറങ്ങലിച്ച് കിടക്കുന്നുണ്ട്. സുബീൻ്റെ നേരത്തെ അല്ലെ രാവിലെ 7 മണിക്ക് വിളിച്ചപ്പോൾ വിറങ്ങലിച്ച് കിടക്കുകയാണ് അല്ലേ. എത്ര രോഗികളാണ് മരിക്കാതെ ശയ്യാവലംബികളായിക്കൊണ്ട്. എത്ര കാലമാണ് ക്യാൻസർ വന്ന്, അതേപോലെ തന്നെ കിഡ്നി ഫെയിലായിട്ട് 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടില്ല. ഇങ്ങനെയും നമ്മൾ കാണുന്നു. അതുകൊണ്ട് എപ്പോൾ പോകേണ്ടി വന്നാലും എന്തായിരിക്കണം? തഖ്വ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദീന് ശരിക്കും നമ്മുടെ മക്കൾക്ക്, ആ തഖ്വ ബോധം നമ്മുടെ മക്കൾക്ക് ശരിക്കും കൊടുക്കേണ്ടതുണ്ട്. അത് കൃത്യമായി നമ്മുടെ മദ്രസ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കൾക്ക് മതം കിട്ടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കുക. നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ശരിക്കും പടച്ചോനെ മനസ്സിലാക്കിക്കണോ. എവിടെ ചെന്നാലും നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോകാതെ, ഹറാമിലേക്ക് പോകാതെ പടച്ചോൻ കാണുന്നുള്ളൊരു ബോധത്തോട് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സമൂഹം, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും. നാളെ മുഅ്മിനായ മനുഷ്യൻ്റെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയിട്ട് അമ്മാമൻ ഊത്തിയ കിതാബഹു ബി യമീനിഹി, തൻ്റെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട് അത് ലഭിച്ച് ഫയഖൂലു ഹാഉ മുഖ്റഊ കിതാബിയ, സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിക്കൊണ്ട് ആ മനുഷ്യൻ പറയാണ്, എൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്ക്. അതും കൊണ്ട് സ്വർഗത്തിലേക്കാണ് പോകുന്ന ഉറപ്പായ അയാൾക്ക്. വലത് കയ്യിലാണ് ഗ്രന്ഥം കിട്ടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കൂ. ഫുൾ A+ +2 കിട്ടി, അല്ലെങ്കിൽ വലിയൊരു നല്ല പരീക്ഷ കിട്ടി, കഷ്ടപ്പെട്ട് ഒരു മാസങ്ങളോളം പഠിച്ച് കുട്ടിക്ക് ഫുൾ A+ കിട്ടി, സർട്ടിഫിക്കറ്റ് കയ്യിലാണ് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതെത്രയാണ് സന്തോഷം? എല്ലാവരും കാണി, കൂട്ടുകാരി ഉമ്മാനെ എല്ലാവരും കാണിക്കണം. എന്നാൽ ഇതല്ല, എത്രയോ വലിയ വിജയം. ഫമൻ സുഹ്സിയ അനിന്നാരി വദഖലൽ ജന്നത ഫഖദ് ഫാസ്, സ്വർഗ്ഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫഖദ് ഫാസ്, അതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ അതിൻ്റെ ശേഷം പരീക്ഷ ഇല്ല. +2 കഴിഞ്ഞാൽ അവിടെ വേറെ പരീക്ഷ ഉണ്ട്, എൻട്രൻസ് ഉണ്ട്. എൻട്രൻസ് കഴിഞ്ഞാൽ ഇനി വേറെയും പരീക്ഷ ഉണ്ട്. ജീവിതം ഫുള്ള് പരീക്ഷയാണ്. ഒരാൾ ബിസിനസ്സിൽ ഭയങ്കര കുതിപ്പ്, പക്ഷെ വൈവാഹിക ജീവിതം പരാജയമാണ്. ചില ആൾക്കാർ വൈവാഹിക ജീവിതം വളരെ സേഫാണ്, ഉഷാറാണ്, ഭയങ്കര സന്തോഷം, ഭാര്യ മക്കളും, ബിസിനസ് ഭയങ്കര ഫ്ലോപ്പാണ്. അങ്ങനെയൊക്കെ ഉണ്ട്, പല പല പരീക്ഷകളുണ്ട്. പക്ഷേ സ്വർഗത്തിൽ കണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് മനസ്സ് അള്ളാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എന്നിട്ട് അയാൾ പറയാണ്, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എൻ്റെ പ്രിയമുള്ള സഹോദരി, ഉമ്മമാരെ, സഹോദരിമാരെ, മക്കളെ, അയാൾ പറയണ ഇങ്ങനൊരു വിചാരണ നാളുണ്ടാകും എന്ന് എനിക്കറിയാമായിരുന്നു. ഇങ്ങനൊരു വിചാരണ ഉണ്ടാകും, ഉറപ്പാണ്. പടച്ചൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫൗവ ഫീ ഈശത്തിർ റാദിയ, സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ ദുനിയാവിൽ കഷ്ടപ്പെട്ട് എടങ്ങാറായി പണിയെടുത്ത് ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് തൻ്റെ ഡ്രസ് കോഡും തൻ്റെ ജീവിതവും അതേപോലെ തന്നെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഒരു മുഅ്മിൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ തീക്കട്ട കയ്യിൽ പിടിച്ച അവസ്ഥയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ സംതൃപ്തകരമായ സ്വർഗീയ ജീവിതമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണു, അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന മനുഷ്യൻ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ, എൻ്റെ ഗ്രന്ഥം എനിക്ക് അതിങ്ങനെ വായിച്ചിട്ട് എല്ലാമുണ്ട്, ആരും കാണാതെ ആരും അറിയാതെ പറ്റിച്ചതും ചതിച്ചതും അതേപോലെ തന്നെ ഹറാമ് ചെയ്തതും ചെയ്തു കൂട്ടിയതും എല്ലാം ഉണ്ട്. സാമ്പത്തിക രംഗത്ത്, രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, കൗടുംബിക ജീവിതത്തിൽ എല്ലാം അതിൽ കാണുന്നുണ്ട്. പുഴുക്കുത്തുകളും ചീഞ്ഞു നാറിയ ജീവിതം, ഇബാദത്തുകളില്ല, നിഷ്ഠകളില്ല, തോന്നിയമാതിരി നടന്നു, എൻ്റെ സ്വതന്ത്രമാണ്, ഞാനാണ് തീരുമാനിക്കലേ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വേദനിപ്പിച്ചു, ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഭർത്താവിനെ വഞ്ചിച്ചു, പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാർ അല്ലേ. സ്വന്തം ഭാര്യ വീട്ടിൽ കഷ്ടപ്പെട്ട് ഇടങ്ങാറായി വീട്ടിലെ ജോലികളൊക്കെ പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ ചാരത്ത് ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ ആ ഭാര്യയുടെ അടുക്കൽ നിന്നിട്ട് അന്യ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാർ എല്ലാം അതിൽ കാണും. എന്നിട്ട് ഇവൻ പറയാണ്, ഇവള് പറയാണ്, പടച്ചോൻ ഇത് എൻ്റെ കൈ ഇത് ഗ്രന്ഥം തന്നെ കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായന്. വലം അതിരുമാ ഹിസാബിയ, എൻ്റെ വിചാരണ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായന്. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടു കൂടിയെല്ലാം തീർന്നു പോയിരുന്നെങ്കിൽ, മരണം വിധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നന്നായനെ. മാ അഗ്ന അന്നീ മാലിയ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നീ സുൽത്താനിയ, എൻ്റെ അധികാരമുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല. പറയപ്പെടുന്നു ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്കൂ, അവനെ ബന്ധനത്തിലാക്കൂ. തുമ്മൽ ജഹീമ സ്വല്ലൂ, നരകത്തിലിട്ട് അവനെ കരിച്ചു കളയൂ. തുമ്മ ഫീ സിൽസിലത്തിൻ ദറഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, പിന്നെ 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അത്യുന്നതനായ റബ്ബിൽ വിശ്വാസമില്ലാത്തവനായിരുന്നു.
പേര് മാപ്പിളൻ്റെ പേരാ, പക്ഷേ അള്ളാന്ന് പറഞ്ഞാൽ, അള്ളാൻ്റെ ദീനെന്ന് പറഞ്ഞാൽ, നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹദീസ് ആയത്തെന്ന് പറഞ്ഞാൽ, അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറ്റുമോ? നെവറാണ് സഹോദരന്മാരെ, ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ദീന് അതിന് മുന്തിയ പരിഗണന കൊടുക്കണം. മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിലും അതേപോലെ തന്നെ ദീനായിരിക്കണം നമ്മുടെ എല്ലാ മേഖലയിലും, നമ്മുടെ രഹസ്യ പരസ്യ അതേപോലെ തന്നെ കൊള്ളക്കൊടുക്കുകളിലും എല്ലാ കാര്യങ്ങളിലും ദീനുണ്ടായിരിക്കണം. ദീനിന് മുന്തിയ പരിഗണന ഉണ്ടായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ടത് മനസ്സിലാക്കിയതുമെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമളാൻ കൊണ്ട് വിജയം വരിക്കുന്നവരുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലുമെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.